ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. അപ്പോൾ നമ്മൾ KTU BTECH 2022 ഡിസംബറിൽ നടന്ന EET305 സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് എന്നുള്ള ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മൊഡ്യൂൾ 2ൻ്റെ സൊല്യൂഷൻ പ്രോഗ്രാമിലേക്ക് നമ്മൾ കിടക്കുകയാണ്. മൊഡ്യൂൾ 2 സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് EET305 ഇതാണ് അതിലെ സിലബസ്. മൊഡ്യൂൾ 2ൻ്റെ സിലബസ് ഫോറിയർ അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ്, ഫോറിയർ സീരീസ്, ഹാർമോണിക് അനാലിസിസ് ഓഫ് കോമൺ സിഗ്നൽസ്, ഫോറിയർ ട്രാൻസ്ഫോം, എക്സിസ്റ്റൻസ്, പ്രോപ്പർട്ടീസ് ഓഫ് കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം, എനർജി സ്പെക്ട്രൽ ഡെൻസിറ്റി ആൻഡ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി, കൺസെപ്റ്റ് ഓഫ് ഫ്രീക്വൻസി റെസ്പോൺസ്, ലാപ്ലാസ് ട്രാൻസ്ഫോം, analysis of system transfer function, relation between transfer function and differential equation, transfer functions of LTI systems, electrical, translation and rotational mechanical systems, force voltage, force current and torque voltage analogies. അപ്പോൾ അതിൽ പാർട്ട് എയിലെ മൊഡ്യൂൾ 2ലെ പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് മൊഡ്യൂൾ 3ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് മൊത്തത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ തേർഡ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം. ദിസ് ഈസ് the time shifting property of a Fourier transform. X of t ആണ് given signal. അപ്പോൾ അതിന് ടൈം ഷിഫ്റ്റഡ് സിഗ്നൽ ആണ് x of t minus t0. x of t minus t0 is the time shifted version of x of t. Its Fourier transform is e raised to minus j omega t0 into x of omega. Its Fourier transform is e raised to minus j omega t0 into x of omega. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൂഫ് x of t യുടെ Fourier transform ആണ് x of omega. So Fourier transform of x of t is equal to minus infinity to infinity x of t e raised to minus j omega t dt. Fourier transform of x of t is equal to, which is equal to x of omega, capital X of omega. Fourier transform of small x of t is equal to minus infinity to infinity x of t e raised to minus j omega t dt, which is equal to x of omega. Fourier transform of x of t and x of omega. This is our equation for Fourier transform of x of t is equal to. ഇനി നമുക്ക് വേണ്ടത് Fourier transform of x of t minus t0 is equal to Fourier transform of x of time shifted signal is equal to minus infinity to infinity x of t minus t0 e raised to minus j omega t dt. അപ്പോൾ എക്സ് ഓഫ് ടിയുടെ സ്ഥാനത്ത് എക്സ് ഓഫ് ടി മൈനസ് ടി സീറോ വന്നു. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി is equal to മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി ആണെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി മൈനസ് ടി സീറോ is equal to മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി മൈനസ് ടി സീറോ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. ഓക്കെ, ഇനി നമുക്കിതിനെ എങ്ങനെ സോൾവ് ചെയ്യാം? ഈ ടി മൈനസ് ടി സീറോ ടി മൈനസ് ടി സീറോനെ ഞാൻ വേറൊരു വരാം പി എന്ന് കൊടുത്തു. ലെറ്റ് ടി മൈനസ് ടി സീറോ ഇസ് ഈക്വൽ ടു പി, വേറൊരു വേരിയബിളിൽ ടി മൈനസ് ടി സീറോ ഇസ് ഈക്വൽ ടു പി. സോ ഡി ടി ബൈ ഡി പി, ഡി ടി വിത്ത് റെസ്പെക്ട് ടു പി അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഡി ടി ബൈ ഡി പി മൈനസ് ടി സീറോ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ആണ്. ടി മൈനസ് 3 ടി മൈനസ് 5 എന്ന് പറയുന്ന പോലെ. അപ്പോൾ അതിൻ്റെ കോൺസ്റ്റന്റ് 0 ആണ്. ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി പി ഓഫ് പി, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എത്രയാ? 1. ഡെറിവേറ്റീവ് ഓഫ് എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1. അപ്പോൾ ഡി ബൈ ഡി പി ഓഫ് പി ഇസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് dt by dp is equal to 1. So dt is equal to dp. dt is equal to dp. dt is equal to dp. Okay. So t minus t0. അപ്പോൾ നമ്മളെല്ലാം നമ്മൾ t minus t0 ക്ക് എന്ത് കൊടുക്കുക? p എന്ന് കൊടുക്കുക. ഇനി t minus t0 p ആണെങ്കിൽ t is equal to p plus t0. t is equal to p plus t0. ഓക്കെ, ഇനി എല്ലാം മാറ്റണം നമ്മൾ. വെൻ ടി is equal to മൈനസ് ഇൻഫിനിറ്റി, വെൻ ടി is equal to ഇൻഫിനിറ്റി ആണെങ്കിൽ വാട്ട് ഈസ് പി? പി is equal to ഇൻഫിനിറ്റി മൈനസ് ടി സീറോ is equal to ഇൻഫിനിറ്റി. വെൻ ടി is equal to മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ പി is equal to മൈനസ് ഇൻഫിനിറ്റി മൈനസ് ടി സീറോ is equal to മൈനസ് ഇൻഫിനിറ്റി. ടി സീറോ is a constant. അപ്പോൾ t is equal to p plus t0. When t is equal to infinity, p is equal to infinity. When t is equal to minus infinity, p is equal to minus infinity. ഇതിനെല്ലാം p യുടെ ടേംസിലേക്ക് മാറ്റാൻ പോവുക. is equal to p യുടെ ടേംസിലേക്ക് മാറ്റുമ്പോൾ t മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ p യും മൈനസ് ഇൻഫിനിറ്റി, t പ്ലസ് ഇൻഫിനിറ്റി ആണെങ്കിൽ p യും പ്ലസ് ഇൻഫിനിറ്റി. x of t മൈനസ് t0ക്ക് പകരം p എന്ന് കൊടുത്തു.
e raised to minus j omega into what is t? p plus t0 into dt. dt is equal to എന്താണ്? dp. എല്ലാം പിയുടെ ടേംസിലേക്ക് മാറ്റി. എല്ലാം പിയുടെ ടേംസിലേക്ക്. എക്സ് ഓഫ് പി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ പി പ്ലസ് ടി സീറോ ഇൻറ്റു ഡി പി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് പി. ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ പി പ്ലസ് ടി സീറോ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ പി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി സീറോ. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ആണ്. എ റേസ് ടു എം പ്ലസ് എൻ. അപ്പോൾ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇൻറ്റു പി പ്ലസ് ടി സീറോ എന്നുള്ളതിനെ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ പി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി സീറോ ഇൻറ്റു ഡി പി. ഓക്കെ, ഇസ് ഈക്വൽ ടു ഇതിനെ ഞാൻ ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തു. ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇത് ഇസ് ഈക്വൽ ടു എന്നാണ്. ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി സീറോ ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് പി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ പി ഡി പി which is equal to e raised to minus j omega t0 into minus infinity to infinity x of p e raised to minus j omega p dp is equal to x of omega is equal to x of omega minus infinity to infinity x of p e raised to minus j omega p dp. ഈ സംഭവത്തെ എഴുതാം എക്സ് ഓഫ് ഒമേഗ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ആർ എച്ച് എസ്. അപ്പോൾ എൽ എച്ച് എസിൽ നിന്ന് തുടങ്ങി ആർ എച്ച് എസിലേക്ക് എത്തി. ഹെൻസ് ഇറ്റ് ഈസ് പ്രൂവ്ഡ്. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി മൈനസ് ടി സീറോ ഈസ് ഈക്വൽ ടു എൽ എച്ച് എസിൽ നിന്ന് തുടങ്ങി. എൽ എച്ച് എസിൽ നിന്ന് തുടങ്ങി ആർ എച്ച് എസിൽ അവസാനിച്ചു. ദെയർഫോർ എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു ആർ എച്ച് എസ്. ഹെൻസ് ദിസ് തിയറം ഈസ് പ്രൂവ്ഡ്. ഓക്കെ, അപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി മൈനസ് ടി സീറോ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടിയുടെ സ്ഥാനത്ത് എക്സ് ഓഫ് ടി മൈനസ് ടി സീറോ ഇ റേസ് ടു മൈനസ് ടി ഒമേഗ ടി ഡി ടി. ഈ ടിക്ക് ഇൻഫിനിറ്റി വരുമ്പോൾ ടി മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ പി മൈനസ് ഇൻഫിനിറ്റി, ടി പ്ലസ് ഇൻഫിനിറ്റി ആണെങ്കിൽ പി പ്ലസ് ഇൻഫിനിറ്റി. അതെങ്ങനെ കിട്ടിയേക്കണം എന്നുള്ളത് സൈഡിൽ പറഞ്ഞിട്ടുണ്ട്. എക്സ് ഓഫ് ടി മൈനസ് ടി സീറോ എന്നുള്ളതിന് പി കൊടുത്തു. ഇ റേസ് ടു മൈനസ് ടി ഒമേഗ ടി എന്നുള്ളതിന് പകരം പി പ്ലസ് ടി സീറോ കൊടുത്തു. ഡി ടിക്ക് പകരം ഡി പി അങ്ങനെ കിട്ടിയെന്ന് അവിടെ കാണിച്ചിട്ടുണ്ട്. is equal to minus infinity to infinity x of p. ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. എ റേസ് ടു എം പ്ലസ് എൻ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് എഴുതാവുന്ന പോലെ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ പി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി സീറോ ഇൻറ്റു ഡി പി. ഇതിൽ നിന്ന് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി സീറോ പുറത്തേക്ക് എടുത്തു. ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി സീറോ ഇൻറ്റു ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ബാക്കിയുള്ളത് അങ്ങനെ തന്നെ എഴുതി. എക്സ് ഓഫ് പി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ പി ഡി പി മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി എക്സ് ഓഫ് ഒമേഗ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് പി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ പി ഡി പി സീക്വൽ ടു എന്താ വരിക? എക്സ് ഓഫ് ഒമേഗ തന്നെ. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി സീക്വൽ ടു എക്സ് ഓഫ് ഒമേഗ എന്ന് എഴുതാമെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് പി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ പി ഡി പി സീക്വൽ ടു എന്ന് എഴുതാം എക്സ് ഓഫ് ഒമേഗ. ഓക്കെ, സോ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി സീറോ എന്ന് എക്സ് ഓഫ് ഒമേഗ എന്ന് എഴുതി is equal to ആർ എച്ച് എസ്. ഹെൻസ് LHS is equal to RHS, so it is proved. Okay, this is the time shifting property of a Fourier transform. I think it is clear. Part A, next question. That is the fourth question. Derive the electrical analog elements corresponding to an element of mechanical translational system with a force voltage analogy. Force voltage analogy, force current analogy, torque voltage analogy, torque current analogy. അങ്ങനെ ഏത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതിലിപ്പോൾ ഫോഴ്സ് വോൾട്ടേജ് അനലോഗി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ പറയുന്നത് ദിസ് ഇസ് എ മെക്കാനിക്കൽ സിസ്റ്റം ആൻഡ് ദിസ് കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിസ്റ്റം. വി നോ ദാറ്റ് ഇലക്ട്രിക്കൽ സിസ്റ്റം ദ മെയിൻ കമ്പോണൻസ് ആർ ആർ എൽ ആൻഡ് സി. ഇൻ എ മെക്കാനിക്കൽ ട്രാൻസ്ലേഷണൽ സിസ്റ്റം ദിസ് ഈസ് മാസ്. എം ഇസ് ഈക്വൽ ടു മാസ്, ബി ഇസ് ഈക്വൽ ടു ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ്, കെ ഇസ് ഈക്വൽ ടു സ്പ്രിംഗ് കോഎഫിഷ്യന്റ്. ലെറ്റ് എം ഇസ് ഈക്വൽ ടു മാസ്, B is equal to frictional force or frictional coefficient. Corresponds to frictional force. K is equal to spring constant. Corresponds to spring force. Okay, so B is equal to frictional coefficient. Okay, M is equal to
mass, B is equal to frictional coefficient, K is equal to spring constant. Okay, then, and this is our resistance, inductance and capacitance. Okay, so we can write the mechanical equation. Then force applied on this element is force applied on this mechanical system is F, and the displacement is X. So B frictional coefficient, K spring constant, M mass, F force, X displacement. So we can write the force equation of that mechanical system. F of T is equal to M into d square x by dt square. That's the standard format. M into mass d square by dt square of that displacement plus B into d by dt of that displacement. Here displacement is x plus K into that displacement. This is the format. M into d square by dt square of displacement plus B into d by dx by dt plus K into x. This is the format. Okay. M into d square x by dt square plus B into dx by dt plus d by dt of x plus K into x. So F is equal to M into M into okay, d square x by dt square plus B into dx by dt plus Kx. Then and the mechanical system, translational mechanical system. Mechanical systems are classified into two: translational system and rotational system. Mathematical equation of a mechanical translational system. This is the mathematical equation of a mechanical translational system. M into d square x by dt square plus B into d by dt of displacement plus K into displacement. Yes, electrical system is concerned. As far as an electrical system is we can apply KVL on this equation, Kirchhoff's voltage law. The voltage equation, force in corresponding on here voltage V is equal to R into I. Current passing through this circuit is I, R into I plus L into d by dt of I, plus 1 by C integral I dt. 1 by C integral I dt. R into I plus L into di by dt plus 1 by C integral I dt. Resistor into I plus inductor L into d by dt of that current plus 1 by C integral current into dt. Mechanical M into d square x by dt square, B into d by dt of a displacement plus K into displacement. Okay, we know that I is equal to dq by dt. I is equal to dq by dt. Now let's substitute R into iq pagaram dq by dt plus L into d by dt of I, d by dt of dq by dt. D by dt of dq by dt is equal to d squared q by dt squared. D square q by dt square plus 1 by C integral I dt. I is equal to dq by dt. Integral I dt is equal to integral of dq by dt. Okay, is equal to integral dq by dt into dt is equal to q. That is dq by dt in the integral. Q in the derivative ആണ് dq by dt എങ്കിൽ dq by dt യുടെ ഇന്റഗ്രൽ ആണ് q. Q in the derivative ആണ് dq by dt എങ്കിൽ dq by dt യുടെ ഇന്റഗ്രൽ ആണ് q. So its integral is dq by dt into dt, dt cancel. Integral dq is equal to q. Integral dx is equal to x. Okay, 1 by C into q. 1 by C into q. This is equation number 1 and this is equation number 2. Compare equation 1 and 2. Compare equation 1 and equation 2. So R into dq by dt, B into d by dt വരുന്ന terms. R into dq by dt is equal to R into dq by dt is equal to B into dx by dt. R into dq by
dt is equal to b into dx by dt. അപ്പോൾ എക്സിന് കറസ്പോണ്ടിങ് ആണ് q. ഇതിലെ ചാർജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഐ ഇസ് ഈക്വൽ ടു dq by dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ഇസ് ഈക്വൽ ടു കറന്റ്. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ആണ് എക്സ്, ഇവിടുത്തെ ചാർജ് ആണ് q. അപ്പോൾ എക്സിന് കറസ്പോണ്ടിങ് ആണ് q, ഇവിടുത്തെ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആണ് വോൾട്ടേജ്. അപ്പോൾ ഇവിടുത്തെ ബിക്ക് കറസ്പോണ്ടിങ് ഏത് എലമെന്റ് ആണ്, എമ്മിന് കറസ്പോണ്ടിങ് ഏത് എലമെന്റ് ആണ്, കെക്ക് കറസ്പോണ്ടിങ് ഏത് എലമെന്റ് ആണ്. ഒരു മെക്കാനിക്കൽ സിസ്റ്റത്തിലെ ഫോഴ്സ് എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആണ് ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലെ വോൾട്ടേജ്. മെക്കാനിക്കൽ സിസ്റ്റത്തിലെ ഡിസ്പ്ലേസ്മെന്റിന് കറസ്പോണ്ടിങ് ആണ് അനലോഗസ് ടു എക്സ് ഈസ് അനലോഗസ് ടു ക്യൂ, എഫ് ഈസ് അനലോഗസ് ടു വി. ഇനി ബിയും എമ്മും കെയും ഏതിന് അനലോഗസ് ആണ്, അതായത് ഇലക്ട്രിക്കൽ അനലോഗ് എലമെന്റ്സ് ഓഫ് മെക്കാനിക്കൽ ട്രാൻസ്ലേഷണൽ സിസ്റ്റം ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കമ്പയറിംഗ് 1 and 2, അപ്പോൾ d by dt q is equal to x. സോ r is equal to b or b is equal to r. അപ്പോൾ ബിക്ക് കറസ്പോണ്ടിങ് ഫ്രിക്ഷണൽ ഫോഴ്സ് അഥവാ ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ് ബി is equal to r എന്നല്ല, ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എലമെന്റ് r. ഇനി അടുത്തത് രണ്ടാമത്തെ ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയറിന്റെ ടേമുകൾ തമ്മിൽ കമ്പയർ ചെയ്തു. ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയറിന്റെ ടേമുകൾ തമ്മിൽ കമ്പയർ ചെയ്തു. എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയറും എൽ ഇൻറ്റു, അപ്പോൾ എം ഇൻറ്റു ഡി സ്ക്വയർഡ് എക്സ് ബൈ ഡി ടി സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി സ്ക്വയർഡ് ക്യൂ ബൈ ഡി ടി സ്ക്വയർഡ്. അപ്പോൾ ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ, ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ, എക്സിന് കറസ്പോണ്ടിങ് ആണ് ക്യൂ, എക്സിന് കറസ്പോണ്ടിങ് ആണ് ക്യൂ. അപ്പോൾ എല്ലായിടത്തും ഒരു കാര്യം കൺഫേം ആണ്, എക്സിന് കറസ്പോണ്ടിങ് ആണ് ക്യൂ. അതും കൂടി നമുക്ക് എഴുതി വെക്കാം, എക്സിന് കറസ്പോണ്ടിങ് ആണ് ക്യൂ. മെക്കാനിക്കൽ സിസ്റ്റത്തിലെ ഡിസ്പ്ലേസ്മെന്റിന് കറസ്പോണ്ടിങ് ആണ് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലെ ചാർജ്. സോ എമ്മിന് കറസ്പോണ്ടിങ് ആണ് എൽ. സോ എമ്മിന് കറസ്പോണ്ടിങ് എം ഈസ് അനലോഗസ് ടു എൽ ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്, എൽ ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്. അടുത്തത് ദെൻ ലാസ്റ്റ് വൺ, കെ എക്സിനെയും കെ എക്സ് ഇസ് ഈക്വൽ ടു 1/c ഇൻറ്റു ക്യൂ. കെ എക്സ് ഇസ് ഈക്വൽ ടു 1/c ഇൻറ്റു ക്യൂ മീൻസ് q/c. അപ്പോൾ എക്സിന് കറസ്പോണ്ടിങ് ആണ് ക്യൂ. സോ കെ ഇസ് ഈക്വൽ ടു 1/c. കെക്ക് കറസ്പോണ്ടിങ് ആണ് 1/c. സോ ഇൻ ഫോഴ്സ് വോൾട്ടേജ് അനലോഗി വി ക്യാൻ കൺക്ലൂഡ് ലൈക്ക് ദിസ്. ഫോഴ്സ് ഈസ് അനലോഗസ് ടു വോൾട്ടേജ്, ഡിസ്പ്ലേസ്മെന്റ് ഈസ് അനലോഗസ് ടു ചാർജ്, ബി ഈസ് അനലോഗസ് ടു ആർ, എം ഈസ് അനലോഗസ് ടു എൽ, ബി എം കെ ആർ എൽ 1/c or c dash. BMK RLC dash എന്ന് പറഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമുണ്ടാവും ഓർത്ത് വെക്കാനായിട്ട്. BMKക്ക് കറസ്പോണ്ടിങ് ആണ് RLC dash. BMK കറസ്പോണ്ട്സ് ടു അല്ലെങ്കിൽ അനലോഗസ് ടു RLC dash. ബിക്ക് കറസ്പോണ്ടിങ് എലമെന്റ് ആണ് R. ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റിന് കറസ്പോണ്ടിങ് ആണ് റെസിസ്റ്റർ. മാസിന് കറസ്പോണ്ടിങ് ആണ് ഇൻഡക്ടർ. കപ്പാസിറ്റർ കറസ്പോണ്ടിങ് ആണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്, സ്പ്രിങ്ങിന് കറസ്പോണ്ടിങ് ആണ് അവിടുത്തെ കപ്പാസിറ്റർ. പക്ഷേ കെക്ക് കറസ്പോണ്ടിങ് സി അല്ല, സി ഡാഷ്, ബിക്കോസ് കെ ഇസ് ഈക്വൽ ടു സി ഡാഷ് മീൻസ് 1/c. അപ്പോൾ BMK RLC ഡാഷ്, ബിയും ആറും തമ്മിൽ അനലോഗാണ്. എം ഈസ് അനലോഗസ് ടു എൽ, കെ ഈസ് അനലോഗസ് ടു സി എന്നല്ല പറഞ്ഞു പഠിക്കേണ്ടത്, സി ഡാഷ്. ഇവിടെ കിട്ടിയിരിക്കും ശ്രദ്ധിക്കുക, കെ ഇസ് ഈക്വൽ ടു 1/c എന്നാണ്. ഓക്കെ, പിന്നെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ്, എക്സ് എന്ന് പറഞ്ഞാൽ ക്യൂ ആണ്. അപ്പോൾ ഫോഴ്സ് ഈസ് അനലോഗസ് ടു വോൾട്ടേജ്. ദീസ് ആർ ദ ഇലക്ട്രിക്കൽ അനലോഗസ് എലമെന്റ്സ് കറസ്പോണ്ട്സ് ടു എ മെക്കാനിക്കൽ ട്രാൻസ്ലേഷണൽ സിസ്റ്റം. ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഫോഴ്സ് വോൾട്ടേജ് അനലോഗിന് പകരം ഫോഴ്സ് കറണ്ട് അനലോഗ് ചോദിക്കാം, ചിലപ്പോൾ ടോർക്ക് വോൾട്ടേജ് അനലോഗ് ചോദിക്കാം, ടോർക്ക് കറണ്ട് അനലോഗ് ചോദിക്കാം. അതിൻ്റെയൊക്കെ മെത്തേഡുകൾ സ്വല്പം വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പഠിക്കേണ്ടി വരും. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ദെൻ നെക്സ്റ്റ് വൺ, ഡിറ്റർമിൻ ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ VC of s by VS of s, VC of s by VS of s of the given circuit, and hence find the impulse response of the circuit. So this is an RC circuit. Here supply voltage, here the voltage available across the capacitor, here the supply voltage VS and voltage available across the capacitor. So VS is equal to ഇതാണ് സർക്യൂട്ട്. VS is equal to കറണ്ട് പാസിങ്, ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന എലമെന്റ് in Laplace transform I of s. ടൈം ഡൊമൈനിലാണെങ്കിൽ I of t, അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം I of s. By using Laplace transform we can find the transfer function. Laplace transform of output divided by Laplace transform of input with Laplace transform of output divided by Laplace transform of input. So VC of s by VS of s. VC of s is equal to voltage across the capacitor. VS of s is equal to voltage applied across the circuit. VS of s is equal to R into VS of s is equal to R into
I of s, r into I plus L into di by dt plus 1 by c integral I dt. This is the equation for an electrical circuit in when we apply the KVL. When we apply KVL to an electrical circuit, r into I of t, അപ്പോൾ അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് r into I of s plus 1 by L integral I dt. നേരത്തെ എഴുതി വെച്ചാൽ എന്താണ് 1 by L integral I dt. അപ്പോൾ അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് s r into I of s plus SL into I of s plus 1 by S into I of s. Here in this problem there is no capacitor. Sorry, there is no inductor. Only resistor and capacitor. അപ്പോൾ resistor ആവുമ്പോൾ r into I of s. r into I of t ആണ് മറ്റോടത്ത്. I of t യുടെ ലാപ്ലാസ് ആണ് I of s. പ്ലസ് SL into I of s. ഇൻഡക്ടർ വരുമ്പോഴാണ് SL വരെ. ഇൻഡക്ടർ ഇല്ല അവിടെ. അപ്പോൾ അത് വിട്ട് കളയാം. കപ്പാസിറ്റർ 1 by c integral I dt. അപ്പോൾ അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1 by SC into I of s. 1 by SC into I of s. ഇതിൽ നിന്ന് ഞാൻ I of s പുറത്തേക്ക് എടുത്തു. I of s into r plus 1 by SC. r plus 1 by SC. ഓക്കെ, അപ്പോൾ വി എസ് ഓഫ് എസ് കിട്ടി. ഇതവിടെ കിടന്നോട്ടെ. ഇക്വേഷൻ 1. വാട്ട് ഈസ് വി സി ഓഫ് എസ്? വോൾട്ടേജ് അക്രോസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ്. വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി സി ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഐ ഓഫ് എസ് തന്നെ. പാസ് ചെയ്യുന്ന കറണ്ട് ഐ ഓഫ് എസ് ഇൻറ്റു 1 by SC. അതായത് 1 by SC ഇൻറ്റു ഐ ഓഫ് എസ്. ആർ ഇൻറ്റു ഐ, ഈ ഒരു സർക്യൂട്ട് മൊത്തം വരുമ്പോൾ ആർ ഇൻറ്റു ഐ ഓഫ് എസ് പ്ലസ് 1 by SC ഇൻറ്റു ഐ ഓഫ് എസ് ഇസ് ഈക്വൽ ടു വി എസ് ഓഫ് എസ്. ഇവിടെ മാത്രമാണ് ഔട്ട്പുട്ട്. അപ്പോൾ വി സി ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1 by SC ഇൻറ്റു ഐ ഓഫ് എസ്. 1 by SC ഇൻറ്റു ഐ ഓഫ് എസ്. This is equation 2. Then equation 2 divided by equation 1. Equation 2 divided by equation 1 is equal to Vc of s divided by Vs of s is equal to 1 by Sc into I of s divided by I of s into r plus 1 by Sc. r plus 1 by Sc. Okay. ഈ ഐ ഓഫ് എസും ഈ ഐ ഓഫ് എസും ക്യാൻസൽഡ്. സോ ഇസ് ഈക്വൽ ടു 1 by SC ഡിവൈഡഡ് ബൈ ആർ പ്ലസ് 1 by SC. ഒന്നുകിൽ ഇവിടെ അവസാനിപ്പിക്കാം. ആർ പ്ലസ് 1 by SC. അല്ലെങ്കിൽ ഇതിനെ റീഅറേഞ്ച് ചെയ്യാം. ഇസ് ഈക്വൽ ടു വെറുതെ SC സിംപ്ലിഫൈ ചെയ്യാനായിട്ട് 1 by SC ഇൻറ്റു SC ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും SC കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് ആർ പ്ലസ് 1 by SC ഇൻറ്റു SC. ഈ SCയും ഈ SCയും ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെയാണ് ഇത് കഴിഞ്ഞു. വി സി ഓഫ് എസ് ബൈ വി എസ് ഓഫ് എസ് കഴിഞ്ഞതിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഞാൻ SC കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ന്യൂമറേറ്ററിൽ എന്ത് കിട്ടി? 1 by SC ഇൻറ്റു SC ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു SC ആർ എസ് സി പ്ലസ് 1 by SC ഇൻറ്റു SC 1 ഇസ് ഈക്വൽ ടു 1 by ഇതിനെ ഏത് പുറത്തേക്ക് എടുത്തു? RC പുറത്തേക്ക് എടുത്തു. ഇൻറ്റു RC പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? എസ് പ്ലസ് 1 by RC. 1 by RC. സോ ദിസ് ഈസ് വി സി ഓഫ് എസ്. ഇതന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ആൻസർ കേട്ടോ. വി സി ഓഫ് എസ് ഇസ് ഈക്വൽ ടു വി സി ഓഫ് എസ് ബൈ വി എസ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് എസ്. വി സി ഓഫ് എസ് ബൈ വി എസ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് എസ്. ദാറ്റ് ഈസ് എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1 by RC ഇൻറ്റു എസ് പ്ലസ് 1 by RC. 1 by RC ഇൻറ്റു എസ് പ്ലസ് 1 by RC. This is the transfer function. Okay. So that question is over. Next, obtain the trigonometric Fourier series of the given signal. So B part le obtain the B part le next question 13 le A കഴിഞ്ഞു. B obtain the trigonometric Fourier series of the given signal. So we know that x of t is equal to a0 plus. We know that x of t is equal to a0 plus sigma n is equal to 1 to infinity an cos n omega 0 t plus bn sin n omega 0 t. ഇതാണ് ട്രിഗണോമെട്രിക് ഫോറിയർ സീരീസിൻ്റെ എക്സ്പൊണൻഷ്യൽ ഫോറിയർ സീരീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ട്രിഗണോമെട്രിക് ഫോറിയർ സീരീസുമായിട്ട് തന്നിരിക്കുന്ന സിഗ്നലിൻ്റെ ട്രിഗണോമെട്രിക് ഫോറിയർ സീരീസ്. ട്രിഗണോമെട്രിക് ഫോറിയർ സീരീസ് എന്താണ്, എക്സ്പൊണൻഷ്യൽ ഫോറിയർ സീരീസ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലത്തിലേക്ക് മാത്രമായിട്ട് ഞാൻ കിടക്കുകയാണ്. ട്രിഗണോമെട്രിക് ഫോറിയർ സീരീസ് ഓഫ് ദ ഗിവൺ സിഗ്നൽ x of t is equal to a0 plus sigma n is equal to 1 to infinity an cos n omega 0 t plus bn sin n omega 0 t. an cos n omega 0 t plus bn sin n omega 0 t. ഓക്കെ, ഇനി a0 അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു സിഗ്നലിൻ്റെ ഒരു ട്രിഗണോമെട്രിക് ഫോറിയർ സീരീസിലെ എക്സ് ഓഫ് ടിയുടെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് TFS ട്രിഗണോമെട്രിക് ഫോറിയർ സീരീസ്. ഫോർ a0 is equal to a0 കണ്ടുപിടിക്കാനായിട്ട്
1 by t integral minus t by 2 to t by 2 x of t dt. x of t dt. an കണ്ടുപിടിക്കാനായിട്ട് 2 by t integral minus t by 2 to t by 2 an cos n omega 0 t dt. bn is equal to 2 by t integral minus t by 2 to t by 2 bn sorry നെക്സ്റ്റ് സ്ലൈഡിലേക്ക് കിടക്കാം. അതായത് എക്സ് ഓഫ് ടിയുടെ ഫോർമുല ഞാൻ അവിടെ എഴുതി. എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എ സീറോ പ്ലസ് സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 1 to infinity എ എൻ കോസ് എൻ ഒമേഗ സീറോ ടി. എ എൻ കോസ് എൻ ഒമേഗ സീറോ ടി പ്ലസ് ബി എൻ സൈൻ എൻ ഒമേഗ സീറോ ടി. എ സീറോ ഇസ് ഈക്വൽ ടു 1 by t integral minus t by 2 to t by 2 x of t dt. b an is equal to 2 by t integral minus t by 2 to t by 2 x of t cos n omega 0 t dt. And bn is equal to 2 by t integral minus t by 2 to t by 2 x of t sin n omega 0 t dt. ഓക്കെ, അപ്പോൾ A0 AN BN ട്രിഗണോമെട്രിക് ഫോറിയർ സീരീസ് ആയിട്ട് ഇൻട്രഡക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും പറയാതെ നേരിട്ട് ഞാൻ പക്ക എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ മാത്രം കാര്യങ്ങൾ പറയാണ്. എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു A0 പ്ലസ് സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 1 to infinity AN cos n omega 0 t പ്ലസ് BN sin n omega 0 t. അതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്. ദെൻ A0 കണ്ടുപിടിക്കണമെങ്കിൽ അപ്പോൾ ട്രിഗണോമെട്രിക് ഫോറിയർ സീരീസിൽ നമ്മൾ ഇങ്ങനെ എക്സ്പ്രഷൻ ഫൈനലി എത്തിക്കണം. അപ്പോൾ അതിന് A0 വേണം, AN വേണം, BN വേണം. A0 എന്ന് പറഞ്ഞാൽ 1 by t integral minus t by 2 to t by 2 x of t dt. അത് ഈവൺ സിഗ്നൽ ആയിക്കോട്ടെ ഓഡ് ആയിക്കോട്ടെ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ AN is equal to 2 by t integral minus t by 2 to t by 2 x of t cos n omega 0 t dt. അതേപോലെ തന്നെ BN is equal to 2 by t integral minus t by 2 to t by 2 x of t sin n omega 0 t dt. ഇനി നമുക്ക് ആ സിഗ്നൽ തന്നിട്ടുണ്ട്. അതായത് here 0 pi 2 pi 3 pi minus pi minus 2 pi. Okay, t versus x of t. This is the given signal. നമ്മൾ അതിൻ്റെ ട്രിഗണോമെട്രിക് ഫോറിയർ സീരീസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സിഗ്നലിനെ ഈ ഒരു ഫോർമാറ്റിലേക്ക് എത്തിക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടൈം പീരീഡ് ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് 1 സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തൊട്ട് വരെയാണ് ഒരു സൈക്കിൾ. അപ്പോൾ t is equal to 2 pi. ഇവിടുന്ന് തുടങ്ങി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പഴയ പോലെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് തുടങ്ങി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പീരീഡ് അവസാനിച്ചു. സോ ടി ഇസ് ഈക്വൽ ടു 2 പൈ. 0 സ്റ്റാർട്ട് ചെയ്ത് പൈല് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പഴയ പോലെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് 2 പൈലാണ്. സോ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് 1 സൈക്കിളാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ടി ഇസ് ഈക്വൽ ടു 2 പൈ. സോ ഒമേഗ 0 ഇസ് ഈക്വൽ ടു 2 പൈ ബൈ ടി. ഒമേഗ 0 ടി ഇസ് ഈക്വൽ ടു ഒമേഗ 0 ഇസ് ഈക്വൽ ടു അതായത് ഒമേഗ is equal to 2 pi f. 2 pi f means omega is equal to 2 pi by t. Omega is equal to 2 pi by t. അപ്പോൾ omega 0 is equal to 2 pi by t is equal to 2 pi by 2 pi is equal to 1. Omega 0 is equal to 1. Omega 0 is equal to 1. Omega is equal to 2 by t എന്ന് കിട്ടാനുള്ള ഫോർമുല ഇവിടെ അഡീഷണൽ ആയിട്ട് എഴുതണം. t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിൾ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വെച്ച് ഇവിടെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ ടിയിലാണ് സൈക്കിൾ അവസാനിക്കുന്നത്. ടി is equal to 2 pi. Omega 0 is equal to 2 pi by t is equal to 2 pi by 2 pi which is equal to 1. ഓക്കെ, അപ്പോൾ ഒമേഗ 0ന്റെ വാല്യൂ കിട്ടി, ടിയുടെ വാല്യൂ കിട്ടി. ഇനി 1 by 1 ആയിട്ട് ഓരോന്ന് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് A0? A0 is equal to 1 by t integral minus t by 2. t എന്ന് പറഞ്ഞാൽ 2 by. t എന്ന് പറഞ്ഞാൽ 2 pi. t by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pi. t is equal to 2 pi. So what is t by 2? 2 pi by 2 is equal to pi. അപ്പോൾ minus t by 2 means minus pi to plus pi. Minus pi to plus pi ആണ്. അപ്പോൾ minus pi to plus pi എന്ന് പറയുമ്പോൾ
minus t by 2 to t by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ minus t by 2 to t by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ t by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pi. t by 2 means pi. Minus t by 2 means minus pi to plus pi x of t dt. x of t dt. Its amplitude is a. Its amplitude is a. അപ്പോൾ മൈനസ് പൈ ടു പൈ എന്ന് പറഞ്ഞാൽ മൈനസ് പൈ തൊട്ട് 0 വരെ സിഗ്നൽ ഈസ് 0. സിഗ്നൽ ഈസ് 0. അപ്പോൾ അതിനെ 1/t ഇൻ്റഗ്രൽ 0 to പൈ എന്നാക്കി മാറ്റി. മൈനസ് പൈ ടു 0 is equal to 0 ആണ്. 0 to പൈ x of t dt. What is the value of x of t? 0 to പൈ. 0 തൊട്ട് പൈ വരെ x of t is equal to a. x of t is equal to a. എവിടെ നിന്നിട്ട് ഇവിടെ 0 തൊട്ട് പൈ വരെ. 0 തൊട്ട് പൈ വരെയുള്ള x of t യുടെ വാല്യൂ എന്താണ്? a. അപ്പോൾ a dt. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇസ് ഈക്വൽ ടു എ പുറത്തേക്ക് എടുത്തു. എ കോൺസ്റ്റൻ്റ് അല്ലേ. എ ബൈ ടി ഇൻ്റഗ്രൽ 0 to പൈ ഡി ടി ഇസ് ഈക്വൽ ടു എ ബൈ ടി ഇൻറ്റു ഇൻ്റഗ്രൽ ഡി ടി ഇസ് ഈക്വൽ ടു ടി. വാട്ട് ആർ ദ ലിമിറ്റ്സ്? 0 and പൈ. ദ ലിമിറ്റ്സ് ആർ 0 and പൈ ഇസ് ഈക്വൽ ടു എ ബൈ ടി ഇൻറ്റു പൈ മൈനസ് 0. ഓക്കെ. t a by t into pi minus 0 which is equal to a by t is equal to 2 pi into pi. t is equal to 2 pi. pi minus 0 is equal to pi. പൈയും പൈയും വെട്ടിപ്പോയി. അപ്പോൾ ആൻസർ a by 2. അപ്പോൾ a0ൻ്റെ ആൻസർ കിട്ടി a by 2. a0 is equal to a0 is equal to a by 2. a0 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി an കണ്ടുപിടിക്കണം. a0 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ an കണ്ടുപിടിക്കണം. ഓക്കെ. സോ നമുക്ക് a0 കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് an. ദിസ് ഈസ് a0. ഇനി an കിട്ടാനായിട്ട് anൻ്റെ ഫോർമുല 2/t ഇൻ്റഗ്രൽ 2/t ഇൻ്റഗ്രൽ മൈനസ് ടി ബൈ ടു ടു ടി ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് പൈ ടു പൈ, അതായത് 0 to പൈ. 0 മൈനസ് പൈ ടു പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് പൈ തൊട്ട് പൈ വരെ എന്ന് പറയുമ്പോൾ മൈനസ് പൈ തൊട്ട് 0 വരില്ല. അപ്പോൾ ഇൻ്റഗ്രൽ 0 to പൈ എക്സ് ഓഫ് ടി കോസ് എൻ ഒമേഗ 0 t dt. എക്സ് ഓഫ് ടി കോസ് എൻ ഒമേഗ 0 t dt is equal to 2/t integral 0 to pi x of t is equal to a. x of t is equal to a cos n omega 0 t cos n omega 0 t dt is equal to a പുറത്തേക്ക് എടുത്തു. ഇത് പക്ക ഇൻ്റഗ്രേഷൻ മാത്രം. സോ 2a by t into integral 0 to t cos n omega 0 t dt. Okay, is equal to 2a by t is equal to 2a by t into cos omega. Integral cos omega is equal to integral cos is equal to sin. കോസിൻ്റെ ഇൻ്റഗ്രൽ ആണ് സൈൻ. അപ്പോൾ കോസ് എൻ ഒമേഗ 0 t വിത്ത് റെസ്പെക്ട് ടു ഡി ടി ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എൻ ഒമേഗ 0 t കോസ് എൻ ഒമേഗ 0 t ഇൻ്റഗ്രൽ സൈൻ എൻ ഒമേഗ 0 t ഡിവൈഡഡ് ബൈ എൻ ഒമേഗ 0 t. സോറി, ഡിവൈഡഡ് ബൈ എൻ ഒമേഗ 0. ഡിവൈഡഡ് ബൈ എൻ ഒമേഗ 0. അപ്പോൾ സൈൻ എൻ ഒമേഗ 0 t ഡിവൈഡഡ് ബൈ എൻ ഒമേഗ 0. വാട്ട് ആർ ദ ലിമിറ്റ്സ്? ലിമിറ്റ്സ് ആർ 0 to പൈ. ലിമിറ്റ്സ് ആർ 0 to പൈ അല്ലെങ്കിൽ 0 to t by 2. ഒന്നുകിൽ പൈ എന്ന് എഴുതാം അല്ലെങ്കിൽ t by 2 എന്ന് എഴുതാം. രണ്ടും ഒന്ന് തന്നെയാണ്. 0 to t by 2 is equal to ആണ് പൈ. is equal to 2a by t. ഈ n പുറത്തേക്ക് എടുത്തു. 2a by nt. ഈ n പുറത്തേക്ക് എടുത്തു. ഈ n പുറത്തേക്ക് ഇടുമ്പോൾ 2a by nt ഇൻറ്റു സൈൻ എൻ ഒമേഗ 0 t. സൈൻ എൻ ഒമേഗ 0 t ബൈ സൈൻ എൻ ഒമേഗ 0 t ബൈ ഒമേഗ 0 ലിമിറ്റ്സ് 0 to t by 2. t by 2 എന്ന് എഴുതാം, പൈ എന്ന് എഴുതാം. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ is equal to 2a by nt ഇൻറ്റു ഈ ഒമേഗ 0ൻ്റെ വാല്യൂ എത്രയാ? വാട്ട് ഈസ് ഒമേഗ 0? ഒമേഗ 0 is equal to 1. ഒമേഗ 0 is equal to 1. അപ്പോൾ സൈൻ എൻ ഇൻറ്റു ഒമേഗ 0 ഇൻറ്റു സൈൻ എൻ ടി. സൈൻ എൻ ടി ഡിവൈഡഡ് ബൈ ഒമേഗ 0 is equal to 1.
വാട്ട് ആർ ദ ലിമിറ്റ്സ് 0 to t/2 അല്ലെങ്കിൽ 0 to pi is equal to 2a by nt 2a by nt അല്ലെങ്കിൽ 2a by n pi എങ്ങനെ വേണമെങ്കിൽ കൊടുത്തോളൂ 2a by nt ഇൻറ്റു ഈ ടിക്ക് t/2 എന്ന് കൊടുക്കാം sin nt/2 sin n t/2 മൈനസ് ടിക്ക് 0 കൊടുക്കുമ്പോൾ 0 sin n ഇൻറ്റു 0 sin 0 ഇനി 2a by n ഇൻറ്റു പൈ ടിക്ക് പൈ എന്ന് കൊടുത്തു ടീന്നോ പൈന്നോ എങ്ങനെ t/2 എന്നോ പൈന്നോ എങ്ങനെ വേണം കൊടുക്കാം അപ്പോൾ 2a by nt ഇൻറ്റു ടിക്ക് 2π ടിക്ക് 2π എന്നേ കൊടുക്കാൻ പാടുള്ളൂ t/2 ആണ് പൈ 2a by nt ഇൻറ്റു sin nt/2 is equal to 2a by n ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ 2π ടി എന്ന് പറഞ്ഞാൽ 2π ഇൻറ്റു sin n t/2 means pi t/2 means pi minus 0. What is the value of sin n pi? Sin n pi is equal to 0. Sin 2pi, sin 3pi, sin 4pi is equal to 0. So is equal to 2a by 2n pi into 0. ഇനിയിപ്പോൾ 2 2 വെട്ടിക്കളേണ്ട കാര്യമില്ല വെട്ടിക്കളഞ്ഞാലും കുഴപ്പമില്ല സോ ഫൈനൽ ആൻസർ ഈസ് 0. അപ്പോൾ a0ൻ്റെ വാല്യൂ ക്യാപിറ്റൽ A by 2 an-ൻ്റെ വാല്യൂ 0 an-ൻ്റെ വാല്യൂ 0 ഇൻ ദ സെയിം മാനർ വി ക്യാൻ ഫൈൻഡ് ഔട്ട് bn. അപ്പോൾ ട്രിഗണോമെട്രിക് ഫോറിയർ സീരീസിൻ്റെ ട്രിഗണോമെട്രിക് ഫോറിയർ സീരീസിൽ വി ക്യാൻ റൈറ്റ് ദ എക്സ്പ്രഷൻ ലൈക്ക് ദിസ്. സോ ഫോർ ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂസ് ഓഫ് a0 an and bn. ഹിയർ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കിൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വന്ന് അവസാനിച്ചു വീണ്ടും പഴയ പോലെ റിപ്പീറ്റ് ചെയ്യാണ്. സോ ടി is equal to 2π. So t/2 is equal to pi. Omega 0 is equal to 2π by t. So 2π by 2π is equal to 1. Okay. ഇനി bn കണ്ടുപിടിക്കുകയാണ്. bn. How can we find out bn? bn is equal to 2 by t. bn is equal to 2 by t integral 0 to t/2 അതായത് -t/2 to t/2 അതായത് -π to π അതായത് -π to π മീൻസ് -t/2 to t/2. അപ്പോൾ -π to π എന്ന് പറഞ്ഞാൽ -π തൊട്ട് 0 വരെ അവിടെ 0 ആണ്. അപ്പോൾ 0 തൊട്ട് π വരെ 0 to t/2 അല്ലെങ്കിൽ 0 to π x of t sin n omega 0t dt is equal to 2 by t. ലാസ്റ്റ് π എന്ന് കൊടുത്തായിരിക്കും ബെറ്റർ. അപ്പോൾ ചില സ്ഥലത്ത് ഞാൻ ടി എന്നുള്ളിടത്ത് 2π എന്നും ചില സ്ഥലത്ത് t/2 എന്നുള്ളിടത്ത് π എന്നും എഴുതിയിട്ടുണ്ട്. അത് എല്ലായിടത്തും ഒരുപോലെ ചെയ്താൽ അവസാനം π എന്ന് കൊടുത്താലും മതി. അപ്പോൾ അത് കൺഫ്യൂസ് ആവരുത്. t is equal to 2π t/2 is equal to π. അപ്പോൾ 2 by t ഇൻറ്റു ഇൻ്റഗ്രൽ 0 to t/2 x of t is equal to a sin n omega 0t dt. ഈ a പുറത്തേക്ക് എടുത്തു. അപ്പോൾ 2a by t ഇൻ്റഗ്രൽ 0 to t/2 sin n omega 0t dt is equal to 2a by t. വേറെ ഒന്നും ചെയ്തില്ല. a പുറത്തേക്ക് എടുത്തു. ബാക്കി അങ്ങനെ തന്നെ എഴുതി 0 to t/2 sin n omega 0t dt is equal to 2a by t ഇൻറ്റു സൈൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് n omega 0t divided by n omega 0. The limits are 0 to t/2 is equal to മൈനസ് ഇങ്ങോട്ട് ആദ്യം എടുത്തു -2a by ഈ n പുറത്തേക്ക് എടുത്തു -2a by nt n പുറത്തേക്ക് എടുത്തു മൈനസും ആദ്യത്തിലേക്ക് എടുത്തു -2a by nt ഇൻറ്റു കോസ് n omega 0t by omega 0. The limits are 0 to t/2 is equal to -2a by nt ഇൻറ്റു omega 0ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് omega 0ൻ്റെ വാല്യൂ 1. അപ്പോൾ omega 0ക്ക് 1 കൊടുക്കുമ്പോൾ കോസ് nt ഡിവൈഡഡ് ബൈ 1 omega 0ൻ്റെ വാല്യൂ 1. ദ ലിമിറ്റ്സ് ആർ 0 to t/2. അടുത്ത സ്റ്റെപ്പിൽ 2a by nt ഇൻറ്റു കോസ് ഇവിടെ തൊട്ട് നമുക്ക് കോസ് n ഇൻറ്റു t/2 മൈനസ് കോസ് n ഇൻറ്റു 0 ദാറ്റ് ഈസ് 1. ടിക്ക് 0 എന്ന് കൊടുക്കുമ്പോൾ കോസ് n ഇൻറ്റു 0 കോസ് 0 ഇസ് ഈക്വൽ ടു 1. ഇനി ഇവിടെ വെച്ച് നമുക്ക് ടിക്ക് t/2 നമുക്ക് പൈ എന്നും ടിക്ക് നമുക്ക് 2π t is equal to 2π. അപ്പോൾ 2a by n ഇൻറ്റു 2π ഇൻറ്റു കോസ് n ഇൻറ്റു t/2 is equal to π cos n pi minus 1.
ഈ cos n പൈയുടെ വാല്യൂ cos n പൈ is equal to -1 all raised to n. അപ്പോൾ is equal to -1 for odd values of n. Odd values of n. -1 all raised to n is equal to 1 for even values of n. ശരിയല്ലേ? n-ന്റെ വാല്യൂ 1, 3, 5, 7 ഓഡ് നമ്പർ ആണെങ്കിൽ -1 all raised to 3, -1 all raised to 5 is equal to -1, -1 all raised to 2, -1 all raised to 4 is equal to 1. അപ്പോൾ -1 all raised to n is equal to -1 for odd values of n, -1 all raised to n is equal to +1 for even values of n. അപ്പോൾ cos nt is equal to -1, cos nt is equal to cos n pi is equal to +1 for even n is equal to ഈ 2ഉം ഈ 2ഉം വെട്ടിപ്പോയി is equal to a/n pi into ഇനി ഞാൻ ആദ്യം ഈവൺ വാല്യൂസ് ഓഫ് n എടുക്കാം. ഈവൺ വാല്യൂ അതങ്ങോട്ട് -1 is equal to ഓഡ് വാല്യൂസ് ഓഫ് n. ഓഡ് എന്ന് പറയുമ്പോൾ എൻ്റെ ഓഡ് വാല്യൂസിന് n-ന്റെ വാല്യൂ -1 ആണ്. അപ്പോൾ ഓഡ് n എടുക്കുകയാണ് ഞാൻ ആദ്യം. അപ്പോൾ cos n pi എന്നുള്ളത് -1 is equal to ഇവിടെ ഒരു മൈനസ് ഉണ്ട് കേട്ടോ, -2 അത് വിട്ടുപോയതാണ്, -2a/nt. അപ്പോൾ ഇവിടെ മൈനസ്, അപ്പോൾ ഇവിടെ -a/n pi ഇൻറ്റു -1 -2 ഇൻറ്റു മൈനസ് +2a/n pi. അപ്പോൾ 2a/n pi for odd values of n. Okay, then what about even values of n? Even values of n കണ്ടുപിടിക്കണമെങ്കിൽ -a/n pi into cos n പൈയുടെ വാല്യൂ 1 ആണ്. ഈവൻ വാല്യൂസ് ഓഫ് n 1 - 1 is equal to 0 for even values of n. അപ്പോൾ ഓഡ് വാല്യൂസ് ഓഫ് n 2a/n പൈയും ഈവൻ വാല്യൂസ് ഓഫ് n 0യുമാണ് ആൻസർ ചെയ്തതിൻ്റെ b-ന്റെ ആൻസർ. Thus we can write the trigonometric Fourier series like this. x of t is equal to substitute ചെയ്താൽ മതി a0 plus sigma n is equal to 1 to infinity x of t cos n omega 0t x of t cos n omega 0t a0 plus sigma n is equal to 1 to infinity x of t cos n omega 0t plus bn sin n omega 0t bn sin n omega 0t. അതായത് നമ്മളിതിവിടെ എഴുതി വെച്ചിട്ട് x of t is equal to a0 plus sigma n is equal to 1 to infinity an cos n omega 0t plus bn sin n omega 0t. എന്നിട്ട് നമ്മൾ a0 an bn ഫോർമുല എഴുതി. ആദ്യം a0 കണ്ടുപിടിച്ചു a/2, പിന്നെ an കണ്ടുപിടിച്ചു 0, then bn കണ്ടുപിടിച്ചു 2a/n pi for n is equal to when n is odd is equal to 0 for n is equal to even. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് a0ന്റെ വാല്യൂ നമുക്ക് കിട്ടി a/2, a0ന്റെ വാല്യൂ a/2, a-ന്റെ വാല്യൂ 0, b-ന്റെ വാല്യൂ 2a/n pi ഏത് ഫോർ odd n is equal to 0 for even n. Then x of t is equal to substitute a/2 plus sigma n is equal to 1 to infinity x of t cos n omega 0t dt plus an cos n omega 0t x of t a0 plus sigma n is equal to 1 to infinity a0 plus sigma n is equal to 1 to infinity an cos n omega 0t plus bn sin n omega 0t. Okay, x of t is equal to a0 plus sigma n is equal to 1 to infinity an cos n omega 0t plus bn sin n omega 0t is equal to a0 ന്റെ വാല്യൂ a/2 plus sigma n is equal to 1 to infinity an cos n omega 0t എന്ന് പറയുമ്പോൾ ഈ ഫംഗ്ഷൻ പോയി, പിന്നെ bn sin n omega 0t is equal to 2a/n pi when n is equal to odd, otherwise n is equal to for odd values of n bn-ന്റെ വാല്യൂ 2a/n pi ആണ്, otherwise n is equal to 0, that means for even values of n. അപ്പോൾ ഇവിടെ വരെ എഴുതി വെച്ചാലും മതി, അല്ലെങ്കിൽ n-ന് ഓഡ് വാല്യൂസ് കൊടുത്തിട്ട് മാത്രം എഴുതാം. അപ്പോൾ is equal to a-ന്റെ വാല്യൂ 0 ആണ്, അപ്പോൾ അത് പോയി. അപ്പോൾ a/2
plus sigma n is equal to 1 to infinity. അപ്പോൾ n ന് 1 കൊടുത്തു, n 1 3 5 മാത്രം കൊടുത്താൽ മതി. കാരണം 2 4 6 n ന് 2 4 6 എല്ലാം കൊടുക്കുമ്പോൾ ഈവൻ വാല്യൂസ് എല്ലാം കൊടുക്കുമ്പോൾ 0 ആണ്. അപ്പോൾ ഓൺലി ഓഡ് വാല്യൂസ് ആർ കൺസിഡർഡ്. അപ്പോൾ n is equal to 1 3 5 എക്സെട്ര എന്ന് എഴുതി വെച്ചാൽ മതി. അപ്പോൾ bn sin n omega 0t, a0 is equal to a by 2, a0 is equal to a by 2 plus sigma n is equal to ഓഡ് വാല്യൂസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നു, 1 2 3 1 3 5 എക്സെട്ര. ഈ എ എൻ കംപ്ലീറ്റ് പോയി കിട്ടി. ബി എൻ സൈൻ എൻ ഒമേഗ 0t, ബി എൻ്റെ വാല്യൂ 2a by n pi സൈൻ n ഒമേഗ 0t ഇസ് ഈക്വൽ ടു എന്നിന് 1 കൊടുക്കുക. അപ്പോൾ a by 2 പ്ലസ് 2a by n ന് 1 കൊടുക്കുമ്പോൾ 2a by pi സൈൻ n ന് 1 കൊടുക്കുമ്പോൾ സൈൻ ഒമേഗ 0t സൈൻ ഒമേഗ 0t പ്ലസ് ഇനി n ന് 3 കൊടുക്കുക, 2a by 3 pi sin 3 omega 0t plus ഇനി n 5 കൊടുക്കുക, 2a by 5 pi sin 5 omega 0t etc. So this is the trigonometric Fourier series of the given function. Trigonometric Fourier series a0 plus sigma n is equal to 1 to infinity an cos n omega 0t plus bn sin n omega 0t. അപ്പോൾ a0 ഇൻറ്റിൻ a ഇൻറ്റിൻ ബി എൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. a0 an bn ഒക്കെ എങ്ങനെ കിട്ടിയെന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. a എൻ്റെ വാല്യൂ 0 ആണ്, a0 വാല്യൂ a by 2 ആണ്, a എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. x of t is equal to a0 plus sigma n is equal to 1 to infinity an cos n omega 0t plus bn sin n omega 0t ആണ് ട്രിഗണോമെട്രിക് ഫോറിയർ സീരീസിൻ്റെ ഫോർമാറ്റ്. ദെൻ അപ്പോൾ a0ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് a by 2 പ്ലസ് പിന്നെ എ എൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ എ നമ്മൾ അപ്ലൈ ചെയ്യുക, എൻ്റെ വാല്യൂ 0 ആകുമ്പോൾ ഈ ടേം കംപ്ലീറ്റ് പോയി കിട്ടി. പിന്നെ ബി എൻ്റെ വാല്യൂ ഈവൺ വാല്യൂസ് ഓഫ് എന്നിന് ബി എൻ 0 ആണ്. അപ്പോൾ ഓഡ് വാല്യൂസ് ഓഫ് എൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ n is equal to 1 to infinity എന്നുള്ളത് n is equal to 1 2 3 1 3 5 എക്സെട്ര ടു ഇൻഫിനിറ്റി എന്നാക്കി മാറ്റി 2a by n pi, അത് ബി എൻ്റെ വാല്യൂ 2a by n pi ഓൺലി, കാരണം ഓൺലി ഓഡ് വാല്യൂസ് ആർ കൺസിഡേർഡ്. അപ്പോൾ 2a by n pi ഇൻറ്റു സൈൻ n ഒമേഗ 0t. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഈസ് ഈക്വൽ ടു a by 2 പ്ലസ് എന്നിന് ആദ്യം 1 കൊടുത്തപ്പോൾ 2a by pi ഇൻറ്റു സൈൻ എന്നിന് 1 കൊടുത്തു സൈൻ ഒമേഗ 0t പ്ലസ് ഇനി എന്നിന് 3 കൊടുത്തു. അപ്പോൾ 2a by 3 pi ഇൻറ്റു സൈൻ 3 ഒമേഗ 0t പ്ലസ് ഇനി എന്നിന് 5 കൊടുത്തു. n 5 കൊടുക്കുമ്പോൾ 2a by 5 pi ഇൻറ്റു സൈൻ 5 omega 0t etc. So this is the trigonometric Fourier series of the given signal. Okay, so this question is over. Then next, find the transfer function of x2 of us by f of us of the given mechanical system. x2 of us by f of us of the given mechanical system. Yes, അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യം തന്നെ ആദ്യം തന്നെ നമ്മൾ ഫോഴ്സ് ഇക്വേഷൻസ് ഫോം ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് x1 ആണ്, ഇത് x2 ആണ്. ഇത് നോക്കിയിട്ട് ആദ്യം നമ്മൾ രണ്ട് ഇക്വേഷൻസ്, ആദ്യത്തെ എലമെൻ്റ് എടുത്തു മാസ് m1. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ m1 ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഓഫ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് m1 ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഓഫ് x1 m ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഓഫ് x1 m1 ഇൻറ്റു m1 into d square by dt square of x1 പ്ലസ് ഇനി അതിൻ്റെ ഈ എലമെൻറ്റിനെ ഞാൻ ബി എന്ന് പേര് കൊടുത്തു. ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനെ ബി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ഈ എലമെൻറ്റിൻ്റെ തന്നെ ആയതുകൊണ്ട് x1, ഫസ്റ്റത്തെ മാസ് എലമെൻറ്റ് തന്നെ ആയതുകൊണ്ട് x1. ഓക്കെ, നമ്മൾ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ആദ്യത്തെ മെഷ് വെച്ചിട്ട് ഒരു ഇക്വേഷൻ, രണ്ടാമത്തെ മെഷിൽ വേറൊരു ഇക്വേഷൻ എന്ന് പറയുന്ന പോലെ ആദ്യത്തെ മാസ് എലമെൻറ്റ് വെച്ചിട്ട് ഒരു ഫോഴ്സ് ഇക്വേഷൻ, രണ്ടാമത്തെ മാസ് എലമെൻറ്റ് വെച്ചിട്ട് അടുത്ത ഇക്വേഷൻ. അപ്പോൾ എം ഇൻറ്റു, അതായത് m1 ഇൻറ്റു ഡി സ്ക്വയർ x1 ബൈ ഡി ടി സ്ക്വയർ പ്ലസ് അടുത്ത എലമെൻറ്റ് b1 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് x1 പ്ലസ് പിന്നെ ബി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് x1 പ്ലസ് ബി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് x1 അടുത്ത എലമെൻറ്റ് b1 ഇൻറ്റു b1 എന്ന് പറയുന്നത് m1 കറസ്പോണ്ടിങ് ആയിട്ട് മാത്രമാണ് b കിടക്കണേ. പക്ഷെ b1 അങ്ങനെയല്ല, b1 ഈസ് ബിറ്റ്വീൻ m1 ആൻഡ് m2. നമ്മൾ രണ്ട് മെഷീൻ, അതായത് രണ്ട് മെഷീനുകളുടെ കോമൺ ബ്രാഞ്ചിലാണ് ഒരു ഇലക്ട്രിക്കൽ എലമെൻറ്റ് ആറോ എല്ലോ സിയോ കിടക്കണമെന്നുണ്ടെങ്കിൽ, അതുപോലെ രണ്ട് മെഷീന് കറസ്പോണ്ടിങ് ആയിട്ട്, രണ്ട് മെഷീനും കോമൺ ആയിട്ട് ഒരു എലമെൻറ്റ് വരുന്ന പോലെ രണ്ട് മാസിനും കോമൺ ആയിട്ട് മെക്കാനിക്കൽ സിസ്റ്റത്തിൽ ഒരു എലമെൻറ്റ് വരുമ്പോൾ b1 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് x1 മൈനസ് x2. ഇനി അടുത്ത എലമെൻ്റ് സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് എടുത്തു k1 ഇൻറ്റു അതും രണ്ട് എലമെൻറ്റിൻ്റെ ഇടയില കിടക്കുന്ന മാസ് എലമെൻറ്റിൻ്റെ x1 മൈനസ് x2
is equal to f or f of t or f of t. ഓക്കെ, അപ്പോൾ എം ഇൻറ്റു നമ്മുടെ ഫോർമാറ്റ് ഇങ്ങനെയാണ്, എം ഇൻറ്റു ഡി സ്ക്വയർ ബൈ, ഇതാണ് ശരിക്കും മനസ്സിൽ ഓർത്ത് വെക്കേണ്ടത്. എം വരുമ്പോൾ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, ബി വരുമ്പോൾ എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, ബി വരുമ്പോൾ ബി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി, കെ വരുമ്പോൾ എക്സ് കെ എക്സ്. ഇതാണ് നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ട കാര്യം. എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, എം വൺ ആയതുകൊണ്ട് എം വൺ ഇൻറ്റു ഡി സ്ക്വയർ എക്സ് വൺ ബൈ ഡി ടി സ്ക്വയർ, ബി ഇതിൻ്റെ മാത്രം ആയതുകൊണ്ട് ഡി സ്ക്വയർ ബൈ ബി ഇതിൻ്റെ മാത്രം ആയതുകൊണ്ട് ബി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എക്സ് വൺ, ബി വൺ ഇതിൻ്റെ മാത്രമല്ല ഇതിൻ്റെയാണ്, സോ ബി വൺ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എക്സ് വൺ മൈനസ് എക്സ് ടു, കാരണം ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ടു ആണ്, പ്ലസ് കെ ഇതിൻ്റെ മാത്രമായിരുന്നെങ്കിൽ കെ വൺ ഇൻറ്റു എക്സ് വൺ, പക്ഷേ കെ വൺ എന്ന് പറഞ്ഞത് ഇതിനും കോമൺ ആണ്, കെ വൺ ഇൻറ്റു എക്സ് വൺ മൈനസ് എക്സ് ടു, കെ വൺ ഇൻറ്റു എക്സ് വൺ മൈനസ് എക്സ് ടു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി, ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി. അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ നമ്മൾ ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കാണുകയാണ്. സോ അപ്പോൾ എം വൺ ഇൻറ്റു ഡി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എസ്, സോ ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എസ് സ്ക്വയർ ഇൻറ്റു എക്സ് വണ്ണിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സ് വൺ ഓഫ് എസ് പ്ലസ് ബി ഇൻറ്റു ഡി ബൈ ഡി ടിക്ക് പകരം ഡി ബൈ ഡി ടിക്ക് പകരം എസ്, സോ ഡി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എസ്. ഡി ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എസ്, ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ആകുമ്പോൾ എസ് സ്ക്വയർ, സോ എം വൺ ഇൻറ്റു എസ് സ്ക്വയർ ഇൻറ്റു എക്സ് വൺ ഓഫ് എസ് പ്ലസ് ബി ഇൻറ്റു ഡി ബൈ ഡി ടി എസ് ഇൻറ്റു എക്സ് വൺ ഓഫ് എസ് പ്ലസ് ബി വൺ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എക്സ് വൺ മൈനസ് എക്സ് ടു ഇസ് ഈക്വൽ ടു എക്സ് വൺ ഓഫ് എസ് മൈനസ് എക്സ് ടു ഓഫ് എസ് പ്ലസ് കെ വൺ ഇൻറ്റു ബി വൺ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ബി വൺ ഇൻറ്റു എസ് ഇൻറ്റു ഡി ബൈ ഡി ടി ഈക്വൽ ടു എസ് ആണ്, അപ്പോൾ എസ് ഇൻറ്റു എക്സ് വൺ ഓഫ് എസ് മൈനസ് എസ് ഇൻറ്റു ബി വൺ എസ് ഇൻറ്റു കേട്ടോ, ബി വൺ എസ് ഇൻറ്റു എക്സ് വൺ ഓഫ് എസ് മൈനസ് എക്സ് ടു ഓഫ് എസ്, ബി ഇൻറ്റു ഡി ബൈ ഡി എക്സിന് എസ് ഇൻറ്റു ഡി ബൈ ഡി ടിക്ക് എസ് ഇൻറ്റു എക്സ് വൺ എന്നുള്ളത് എക്സ് വൺ ഓഫ് പ്ലസ് ബി വൺ എന്ന് പറഞ്ഞാൽ ബി വൺ ഡി ബൈ ഡി ടിക്ക് എസ് വൺ ഇൻറ്റു എക്സ് വൺ ഓഫ് എസ് മൈനസ് എസ് വൺ ബി വൺ എസ് ഇൻറ്റു എക്സ് വൺ ഓഫ് എസ് മൈനസ് എക്സ് ടു ഓഫ് എസ് പ്ലസ് കെ വൺ ഇൻറ്റു എക്സ് വൺ ഓഫ് എസ് മൈനസ് എക്സ് ടു ഓഫ് എസ് is equal to f of s. This is equation number 1. This is equation number 1. ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. അതായത് എം വൺ ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി സ്ക്വയറിന് ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ പകരം എസ് സ്ക്വയർ ഇൻറ്റു എക്സ് വൺ എന്നുള്ളത് എക്സ് വൺ ഓഫ് എസ്, ബി എന്ന് അങ്ങനെ തന്നെ എഴുതി ഡി ബൈ ഡി ടിക്ക് പകരം എസ് ഇൻറ്റു എക്സ് വൺ ഓഫ് എസ്, അപ്പോൾ ഡി ബൈ ഡി ടി എന്നുള്ളത് എസ്, ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ എന്നുള്ളത് ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ എന്നുള്ളത് എസ് സ്ക്വയർ, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ബി ഇൻറ്റു ഡി ബൈ ഡി ടിക്ക് വരും എസ് ഇൻറ്റു എക്സ് വൺ എന്നുള്ളത് എക്സ് വൺ ഓഫ് എസ്, ബി വൺ ഡി ബൈ ഡി ടിക്ക് വരും എസ് ഇൻറ്റു എക്സ് വൺ ഓഫ് എസ് മൈനസ് എക്സ് ടു ഓഫ് എസ് പ്ലസ് കെ വൺ ഇൻറ്റു എക്സ് വൺ ഓഫ് എസ് മൈനസ് എക്സ് ടു ഓഫ് എസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എസ്. ഇനി ഇത് ബ്രാക്കറ്റൊക്കെ ഒന്ന് മാറ്റാം. സോ എം വൺ എസ് സ്ക്വയർ ഇൻറ്റു എക്സ് വൺ ഓഫ് എസ് പ്ലസ് ബി എസ് ഇൻറ്റു എക്സ് വൺ ഓഫ് എസ് പ്ലസ് ബി വൺ എസ് ഇൻറ്റു എക്സ് വൺ ഓഫ് എസ് minus b1 s into x2 of s plus k1 into x1 of s minus k1 into x2 of s is equal to f of s. This is equation number 1. This is equation number 1. ഓക്കെ, ഇനി അത് രണ്ടാമത്തെ മെഷ് എടുക്കുക എന്ന് പറയുന്ന പോലെ രണ്ടാമത്തെ എലമെൻ്റ് എടുക്കുക. മെഷല്ല, ഇത് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലാണെങ്കിൽ മെഷ്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ എം വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുത്തു. ഇനി അടുത്തത് എം ടുവിന് കറസ്പോണ്ടിങ് ആയിട്ട് അടുത്ത ഇക്വേഷൻ, ഒരു മെഷീന് ഒരു ഇക്വേഷൻ, രണ്ടാമത്തെ മെഷീൻ രണ്ട് മെഷ് ഇക്വേഷൻ എന്ന് പറയുന്ന പോലെ മെക്കാനിക്കൽ സിസ്റ്റത്തിൽ ഒരു മാസിൻ്റെ എലമെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ, അടുത്ത എലമെൻറ്റ് കഴിഞ്ഞാൽ അടുത്ത ഇക്വേഷൻ. അപ്പോൾ എം ടു ഇൻറ്റു തുടങ്ങി എം ടു ഇൻറ്റു ഡി സ്ക്വയർ ബൈ എം ടു ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഓഫ് എക്സ് ടു, ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഓഫ് എക്സ് ടു പ്ലസ് ഇനി എം ടുവിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ എലമെൻറ്റും എടുക്കണം. എം ടുവിനോട് ബന്ധപ്പെട്ട് ബി വൺ ഉണ്ട്, കെ വൺ ഉണ്ട്, ബി ടു ഉണ്ട്, കെ ടു ഉണ്ട്. പക്ഷേ എം വണ്ണിനോട് ബന്ധപ്പെട്ട് ബിയും ബി വണ്ണും കെ വണ്ണും മാത്രം. എം വണ്ണുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എലമെൻറ്റ്സ് ബി ഉണ്ട് കണക്ഷൻ, എം വണ്ണും ബി വണ്ണും തമ്മിൽ കണക്ഷനാണ്, എം വണ്ണും കെ വണ്ണും തമ്മിൽ കണക്ഷനാണ്. എം ടു ആയിട്ട് കണക്ഷൻ ഉള്ളത് ബി വണ്ണും കെ വണ്ണും ബി ടുവും കെ ടുവും. ബി മാത്രം എം ടു ആയിട്ട് കണക്ഷൻ ഇല്ല. ഈ പറയുന്ന എലമെൻറ്റ് ഇതായിട്ട് കണക്ഷൻ ഇല്ല. അപ്പോൾ ഇവിടെ നമ്മൾ എം വൺ ഇൻറ്റു ഡി സ്ക്വയർ എക്സ് വൺ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ബി വൺ ഇൻറ്റു ഡി എക്സ് വൺ ബൈ ഡി ടി, ബി വൺ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എക്സ് വൺ മൈനസ് എക്സ് ടു പ്ലസ് രണ്ട് എലമെൻറ്റിൻ്റെ വരുമ്പോൾ രണ്ടും എടുക്കണം. കെ വൺ ഇൻറ്റു എക്സ് വൺ മൈനസ് എക്സ് ടു പ്ലസ് ഇതിനിത് മാത്രം എടുത്താൽ മതി, ബി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എക്സ് വൺ മാത്രം ഇസ് ഈക്വൽ ടു എഫ്.
ഇനി രണ്ടാമത്തെ ഒന്ന് നോക്കി പറയാം m2 ഇൻറ്റു ആദ്യം ഇവിടെ നോക്കി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടോ m2 ഇൻറ്റു d സ്ക്വയർ x2 ബൈ dt സ്ക്വയർ പ്ലസ് ഇനി ഈ എലമെന്റ് എടുക്കുക b1 ഇൻറ്റു d ബൈ dt ഓഫ് x1 മൈനസ് x2 എന്നല്ല എടുക്കണ്ടേ നമ്മൾ ഈ എലമെന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ x2 മൈനസ് x1 അപ്പോൾ b1 ഇൻറ്റു d ബൈ dt ഓഫ് x2 മൈനസ് x1 d ബൈ dt ഓഫ് x2 മൈനസ് x1 b1 ഇൻറ്റു d ബൈ dt ഓഫ് x2 മൈനസ് x1 പ്ലസ് k1 ഇൻറ്റു x2 മൈനസ് x1 കാരണം നമ്മൾ രണ്ടാമത്തെ എലമെന്റാണ് കൺസിഡർ ചെയ്യണേ പ്ലസ് ഇനി m2 ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ എലമെന്റും കഴിഞ്ഞിട്ടില്ല ഇനി k2 ഉണ്ട് k2 എന്ന് പറയുന്നത് x ആയിട്ട് k2 ഇൻറ്റു x2 മൈനസ് x1 അല്ല k2 കോമൺ എലമെന്റ് അല്ല k2 m2ന്റെ മാത്രം എലമെന്റാ അപ്പോൾ k2 ഇൻറ്റു x2 പ്ലസ് b2 എന്ന് പറയുന്നത് സെക്കൻഡ് എൻ്റെ മാത്രം എലമെന്റ് m2ന്റെ മാത്രം എലമെന്റ് b2 ഇൻറ്റു d ബൈ dt ഓഫ് x2 b2 ഇൻറ്റു d ബൈ dt ഓഫ് x2 ഓക്കെ അപ്പോൾ m1 ഇൻറ്റു d സ്ക്വയർ x1 ബൈ dt സ്ക്വയർ പ്ലസ് b ഇൻറ്റു d ബൈ dt ഓഫ് x1 പ്ലസ് b1 ഇൻറ്റു d ബൈ dt ഓഫ് x1 മൈനസ് x2 പ്ലസ് k1 ഇൻറ്റു d ബൈ dt k1 ഇൻറ്റു x1 മൈനസ് x2 is equal to f of t. Similarly m2 ഇൻറ്റു d സ്ക്വയർ x2 ബൈ dt സ്ക്വയർ പ്ലസ് ഇനി m2 ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ എലമെന്റ്സും പറയണം b മാത്രം വേണ്ട കാരണം b m2 ആയിട്ട് ബന്ധമില്ല b1 ഇൻറ്റു d ബൈ dt ഓഫ് x2 മൈനസ് x1 പ്ലസ് k1 ഇൻറ്റു x2 മൈനസ് x1 പ്ലസ് k2 ഇൻറ്റു x2 മാത്രമേ ഉള്ളൂ കാരണം k2 m2 ആയിട്ട് മാത്രമേ കണക്ഷൻ ഉള്ളൂ പ്ലസ് b2 ഇൻറ്റു d ബൈ dt ഓഫ് x2 b2 ഇൻറ്റു d ബൈ dt ഓഫ് x2 ഇനി ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം m2 ഇൻറ്റു s സ്ക്വയർഡ് ഇൻറ്റു x2 ഓഫ് s പ്ലസ് b1 ഇൻറ്റു d ബൈ dt ഓഫ് അപ്പോൾ b1 s ഇൻറ്റു x2 ഓഫ് s മൈനസ് x1 ഓഫ് s പ്ലസ് k1 ഇൻറ്റു x2 ഓഫ് s മൈനസ് x1 ഓഫ് s പ്ലസ് k2 ഇൻറ്റു x2 ഓഫ് s പ്ലസ് b2 ഇൻറ്റു s ഇൻറ്റു x2 ഓഫ് s ഓക്കെ ലാപ്ലാസ് എടുത്തു m2 s സ്ക്വയർ ഇൻറ്റു x2 ഓഫ് s പ്ലസ് b1 s ഇൻറ്റു d ബൈ dt എന്ന് പറയുന്നത് s ഇൻറ്റു x2 ഓഫ് s മൈനസ് x1 ഓഫ് പ്ലസ് k1 ഇൻറ്റു x2ൻ്റെ ലാപ്ലാസ് x2 ഓഫ് s x1ൻ്റെ ലാപ്ലാസ് x1 ഓഫ് s പ്ലസ് k2 ഇൻറ്റു x2 ഓഫ് s പ്ലസ് b2 ഇൻറ്റു d ബൈ dt ആകുമ്പോൾ s ഇൻറ്റു x2 ഓഫ് s is equal to 0 കാരണം there is no force is on this element ഇതുമ്പോൾ ഫോഴ്സ് ഉണ്ട് f1 of t ഇതുമ്പോൾ ഫോഴ്സ് ഇല്ല അപ്പോൾ is equal to 0 ഇവിടെ അത് is equal to 0 നമ്മൾ മെഷ് ഇക്വേഷൻ ചെയ്യുമ്പോൾ അതിലൊരു വോൾട്ടേജ് സോഴ്സ് ഇല്ലെങ്കിൽ is equal to 0 എന്ന് എഴുതും അവിടെ ഒരു മെഷിൻ്റെ സ്ഥാനത്താണ് ഒരു മാസ് എലമെന്റ് അപ്പോൾ m1 ആയിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ m1 എടുക്കണം b എടുക്കണം b1 എടുക്കണം k എടുക്കണം m2 ആയിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ b1 എടുക്കണം k1 എടുക്കണം k2 എടുക്കണം b2 എടുക്കണം b1ഉം k1ഉം കോമൺ എലമെന്റാണ് അപ്പോൾ ഇതിനെ ബന്ധപ്പെടുത്തി പറയുമ്പോൾ x1 മൈനസ് x2 എന്നാണ് b1ഉം k1ഉം യൂസ് ചെയ്യേണ്ടത് ഇതിനെ ബന്ധപ്പെടുത്തി പറയുമ്പോൾ k2 m2ന് മാത്രമാണ് b2 k2ന് മാത്രമാണ് b എന്ന് പറയുന്നത് m1ന് മാത്രമാണ് അപ്പോൾ ആ ഒരു പോയിന്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് വേണ്ടത് x2 ഓഫ് s ബൈ f ഓഫ് s ആണ് അപ്പോൾ ഈ പ്രോബ്ലത്തിൽ x1 ഓഫ് s ഉണ്ട് x2 ഓഫ് s ഉണ്ട് ഇതിന് മാത്തമാറ്റിക്കൽ റീഅറേഞ്ച്മെന്റ് മാത്രമാണ് ഇനി ചെയ്യാനുള്ളത് അപ്പോൾ ഇതിനെ നമ്മൾ ബ്രാക്കറ്റൊക്കെ മാറ്റുക എന്നിട്ട് നമുക്ക് ഈ രണ്ട് ഇക്വേഷനും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് x2 ഓഫ് s ബൈ f ഓഫ് s എന്നുള്ള ഫോർമാറ്റിലേക്ക് എത്തിക്കണം അപ്പോൾ m2 s സ്ക്വയർ ഇൻറ്റു x2 ഓഫ് s പ്ലസ് ഇതിന് വീണ്ടും ഒന്ന് ബ്രാക്കറ്റൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് m2 s സ്ക്വയർ ഇൻറ്റു x2 ഓഫ് s പ്ലസ് ബ്രാക്കറ്റ് മാറ്റുകയാണ് b1 s ഇൻറ്റു x2 ഓഫ് s മൈനസ് b1 s ഇൻറ്റു x1 ഓഫ് s പ്ലസ് k1 ഇൻറ്റു x2 ഓഫ് s മൈനസ് k1 ഇൻറ്റു x2 ഓഫ് s മൈനസ് k1 ഇൻറ്റു x1 ഓഫ് s പ്ലസ് k2 ഇൻറ്റു x2 ഓഫ് s പ്ലസ് b2 s ഇൻറ്റു x2 ഓഫ് s is equal to 0. Okay, this is equation number 2. ഇനി നമുക്ക് നോക്കാം ഒന്നാമത്തെ ഇക്വേഷൻ ഏതാ ഇതിൽ x1 ഓഫ് s ഉണ്ട് x1 ഓഫ് s ഉണ്ട് x2 ഓഫ് s ഉണ്ട് f ഓഫ് s ഉണ്ട് നമുക്കിതിൽ ഇതിൽ f ഓഫ് s ഇല്ല നമുക്ക് വേണ്ടത് x2 ഓഫ് s ബൈ f ഓഫ് s ആ അപ്പോൾ ഇതിലത്തെ ഒന്നാമത്തെ ഇക്വേഷനിലെ x1 ഓഫ് s നെ മുഴുവൻ x2 ഓഫ് s ആക്കി മാറ്റണം അപ്പോൾ എല്ലാ മുകളിലത്തെ ഒന്നാമത്തെ ഇക്വേഷൻ കംപ്ലീറ്റ് x2 ഓഫ് s ഉം f ഓഫ് s ആക്കി മാറ്റണം എന്നിട്ട് x2 ഓഫ് s ബൈ f ഓഫ് s എടുക്കണം ഓക്കെ ഇതാണ് ചെയ്യേണ്ടത് x2 ഓഫ് s ബൈ f ഓഫ് s ശ്രദ്ധിക്കുക ഇക്വേഷൻ 1ൽ x1 ഓഫ് s ഉണ്ട് x2 ഓഫ് s ഉണ്ട് f ഓഫ് s ഉണ്ട് അപ്പോൾ x2 ഓഫ് s ഉം f ഓഫ് s ഉം മാത്രമേ വേണ്ടൂ അപ്പോൾ x1 ഓഫ് s നെ മാറ്റി അത് x2 ഓഫ് s ന്റെ ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യണം
അപ്പോൾ x1 of s-നെയൊക്കെ കളഞ്ഞിട്ട് x1 of s-നെ വെറുതെ കളയില്ല. x1 of s is equal to x1 of s in terms of x2 of s ആക്കണം. അതിനാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഇതിൽ x1 of s ഉം x2 of s ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ x1 of s-ന്റെ സ്ഥാനത്ത് x1 of s-നെ നമുക്ക് in terms of x2 of s പറയാൻ പറ്റണം. അപ്പോൾ ഞാൻ x1 of s ഒക്കെ ഒരു സ്ഥലത്ത് നിർത്തുക, x2 of s ഒക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഒരു ടേം? അതായത് ഇപ്പോൾ x1 of s ഒക്കെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ m2 s squared into x2 of s പ്ലസ് പല ഇതിൽ ചെയ്യാം, പ്ലസ് b1 s into x2 of s പ്ലസ് അല്ലെങ്കിൽ x2 of s m2 s square into x2 of s പ്ലസ് അതിനേക്കാളും നല്ലത് ഇവിടെ x2 of s കോമൺ ഫാക്ടർ നമ്മൾ പുറത്തേക്ക് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ x2 of s പുറത്തേക്ക് എടുക്കുമ്പോൾ x2 of s into m2 s square x2 of s into m2 s square plus b1s plus k1 plus k1. അപ്പോൾ x2 of s മാത്രം ഞാൻ ടിക്ക് ചെയ്യാണ് പെട്ടെന്ന് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. പ്ലസ് k2 x2, ഇവിടെ ഒരു x2 of s ഉണ്ട്, ഇവിടെ ഒരു x2 of s ഉണ്ട്. ഓക്കെ, പ്ലസ് x2 of s പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പ്ലസ് k1. ഇനി അടുത്തത് k2 x2 of s, അപ്പോൾ പ്ലസ് k2 പ്ലസ് b2s x2 of s പ്ലസ് b2s is equal to ഇനി x1 of s ഒക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അവിടെ 0 ആണല്ലോ. അപ്പോൾ so b1sf into x2 of s minus b1sf into b1s into x1 of s plus k1 into ഓക്കെ. അപ്പോൾ x2 of s എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി x1 of s പുറത്തേക്ക് എടുക്കാം. അപ്പോൾ x2 of s into m2 s square പ്ലസ് b1s പ്ലസ് k2 പ്ലസ് ഇതിൽ നിന്ന് m2 s square എടുത്തു, ഇതിൽ നിന്ന് b1s എടുത്തു, ഇവിടുന്ന് k1 എടുത്തു, ഇവിടുന്ന് k2 എടുത്തു, ഇവിടുന്ന് b2s എടുത്തു. ഓക്കെ, ഇനി x1 of s-ൽ നിന്ന് ഞാൻ എടുത്തു മൈനസ് x1 of s ഇൻറ്റു ഇവിടെ x1 of s, അപ്പോൾ ഇതൊക്കെ x2 of s ആണ്, ഇത് x2 of s ആണ്. x1 of s ആണ് മൈനസ് b1s മൈനസ് x1 of s ഇൻറ്റു b1 മൈനസ് x1 of s പുറത്തേക്ക് എടുക്കുമ്പോൾ b1s. അപ്പോൾ ഇത് കഴിഞ്ഞു, ഇതെടുത്തു is equal to 0. അപ്പോൾ b1s ഇൻറ്റു x2 of s x1 of s ഇവിടെ വന്നു, ഇവിടെ k1 ഇൻറ്റു x1 of s. അപ്പോൾ ഇവിടെ ഒരു x1 of s ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും x1 of s ആണ്. ഈ രണ്ട് സംഭവങ്ങളും ഇത് രണ്ടും x1 of s ആണ്. യെസ്, അതായത് k2 ഇൻറ്റു അതായത് മൈനസ് x1 of s ഇൻറ്റു b1s മൈനസ് x1 of s ഇൻറ്റു b1s പ്ലസ് k1 is equal to 0. അപ്പോൾ m2 s square into x2 of s plus b1s into x2 of s minus b1s into x1 of s plus k1 into x2 of s minus k1 into x1 of s plus k2 into x2 of s plus b2s into x2 of s is equal to 0. അതിൽ x2 of s പുറത്തേക്ക് എടുത്ത് വേറെ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇത് കുറച്ച് മാത്തമെറ്റിക്കൽ കൂടുതലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നത്. ഒട്ടും കോംപ്ലിക്കേഷൻ ഇല്ല അതിൽ. ആദ്യത്തേന്ന് x2 of s പുറത്തേക്ക് എടുത്തു. അപ്പോൾ x2 of s പുറത്തേക്ക് എടുക്കുമ്പോൾ m2 s square പ്ലസ് b1s പ്ലസ് then k1 പ്ലസ് then k2 പ്ലസ് then b2s മൈനസ് x1 of s പുറത്തേക്ക് എടുക്കുമ്പോൾ ബാക്കി ഇവിടെ b1s പ്ലസ്, അതായത് ഇവിടെ x1 of s വരുന്ന ഒരു ടേമും കൂടി ഉണ്ട്.
K1 x1 of s. അതായത് അപ്പോൾ K1 കൂടി വന്നു. അപ്പോൾ x1 of s പുറത്തേക്ക് എടുക്കുമ്പോൾ അപ്പോൾ x2 of s പുറത്തേക്ക് എടുത്തു, x1 of s പുറത്തേക്ക് എടുത്തു. ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇക്വേഷൻ 1 2 ഒന്നുകൂടി അപ്പുറത്തേക്ക് എടുത്ത് എഴുതിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടി എഴുതാണ്. x2 of s into x2 of s into x2 of s into m2s square plus b1s plus k1 b1s plus k1 plus k2 plus b2s plus k2 plus b2s is equal to ഈ സാധനം അപ്പുറത്തേക്ക് കൊണ്ടുപോവാ is equal to minus x1 of s into b1s plus k1 എന്ന് പറഞ്ഞുമ്പോൾ is equal to x1 of s into is equal to x1 of s into b1s plus k1 b1s plus k1. ഓക്കെ, ഒന്നുകൂടി ചെക്ക് ചെയ്യാം. x2 of s into m2s square plus b1s plus k1 m2 square plus b1s plus k1 plus k2 plus b2s is equal to x1 of s into b1s plus k1 ഇനി ഇതിൽ നിന്ന് നമുക്ക് വേണ്ടത് x1 of s ഇവിടെ നിർത്താം. x1 of s ഇവിടേക്ക് നിർത്തുമ്പോൾ x2 of s into m2s square plus b1s plus k1 plus k2 plus b2s divided by b1s plus k1 ഇതാണ് x1 of s. ഇനി ഇത് ഫ്രം ടു ഇക്വേഷനിൽ ടു x1 of s ഇൻ ടേംസ് ഓഫ് x2 of s x1 of s x2 of s ന്റെ ടേംസിലാക്കി. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് x1 of s ഇതിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് x1 of s ഇതിന് ഇക്വേഷൻ 3 എന്ന് കൊടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് ഇക്വേഷൻ 3. അപ്പോൾ സിമ്പിളായിട്ട് എഴുതാം. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് x1 of s ഫ്രം 3 in 1. അതായത് ഇത് വെച്ചിട്ട് ഒന്നാമത്തെ ഇക്വേഷൻ ഉണ്ടാക്കി ലാപ്ലാസ് ട്രാൻസ്ഫോം എഴുതി. ആ ലാപ്ലാസ് ട്രാൻസ്ഫോം എഴുതിയ ഇക്വേഷൻ ഇതാണ്. ഇത് വെച്ചിട്ട് രണ്ടാമത്തെ ഇക്വേഷൻ എഴുതി. നമുക്ക് ഒന്നാമത്തേലാണ് x1 of s x2 of s f of s ഉള്ളത്. നമ്മളുടെ ക്വസ്റ്റ്യൻ x2 of s by f of s ആണ്. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് x2 of s by f of s ആക്കണം. അതിനുവേണ്ടി x1 of s മുഴുവൻ x2 of s ടേംസിലേക്ക് ആക്കണം. അതിനാണ് രണ്ടാമത്തെ ഇക്വേഷൻ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത് x2 of s x1 of s ആക്കിയിട്ട് അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക. ഏതിൽ ഒന്നാമത്തേത്. അതിന് ആദ്യം ഒന്നാമത്തെ ഇക്വേഷൻ എഴുതണം. ഒന്നാമത്തെ ഇക്വേഷൻ എഴുതുമ്പോൾ m1s square x1 of s plus b1. അപ്പോൾ ആദ്യം m1s square x1 of s plus bs x1 of s m1s square x1 of s m1s square x1 of s plus bs x1 of s x1 of s plus bs x1 of s plus b1s x1 of s x1 of s minus b1s x2 of s minus b1s x2 of s plus k1 x1 of s plus k1 x1 of s minus k1 x2 of s minus k1 x2 of s is equal to f of s ഒന്ന് ചെക്ക് ചെയ്യാം. m1s square x1 of s plus bs x1 of s plus b1s x1 of s bs x1 of s plus b1s x1 of s minus b1s x2 of s plus k1 x1 of s b1s x2 of s plus k1 x1 of s minus k1 x2 of s is equal to f of s. ഇതിൽ നിന്ന് നമുക്ക് ഇതിലെ x1 of s ഇത് ഇക്വേഷൻ 1. ഈ ഇക്വേഷൻ 1ൽ x1 of s പുറത്തേക്ക് എടുക്കുമ്പോൾ x1 of s ഇൻറ്റു m1s സ്ക്വയർ പ്ലസ്
bs plus b1s ഇത് x2 of s ആണ് പ്ലസ് k1 മൈനസ് x2 of s ഇൻറ്റു b1s മൈനസ് k1 is equal to f of s is equal to f of s. അതായത് x1 of s ഇൻറ്റു m1 സ്ക്വയർ പ്ലസ് bs പ്ലസ് b1s പ്ലസ് k1 is equal to k1s മൈനസ് x2 of s ഇൻറ്റു മൈനസ് b1s മൈനസ് k1 മൈനസ് x2 of s ഇൻറ്റു b1s പ്ലസ് k1 സോറി പ്ലസ് k1 x1 of s എല്ലാം കൂടി പുറത്തേക്ക് എടുത്തു x2 of s എല്ലാം കൂടി പുറത്തേക്ക് എടുത്തു. ഇനി ഈ x1 of s നെ നമുക്ക് x2 of s ആക്കണം. അപ്പോഴാണ് കംപ്ലീറ്റ് x2 of s of s ആവുള്ളൂ. അപ്പോൾ x1 of s ന്റെ സ്ഥാനത്ത് x1 of s ന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x1 of s ന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് x1 of s ന് പകരം ഇതിന് പകരം x2 of s ഇൻറ്റു m2 s സ്ക്വയർ പ്ലസ് b1s പ്ലസ് k1 പ്ലസ് k2 പ്ലസ് b2s divided by b1s plus k1. അപ്പോൾ x2 of s ന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മറ്റത് അങ്ങനെ തന്നെ എഴുതുക m2 s സ്ക്വയർ x2 of s ഇൻറ്റു അപ്പോൾ x2 of s ഇൻറ്റു m2 s സ്ക്വയർ പ്ലസ് b1s പ്ലസ് സോറി x1 of s ന് പകരം x2 of s ഇൻറ്റു ഈ x1 of s ന് പകരം x2 of s ഇൻറ്റു m2 s സ്ക്വയർ പ്ലസ് b1s പ്ലസ് k1 പ്ലസ് k2 പ്ലസ് b2s ബൈ b1s പ്ലസ് k1. അപ്പോൾ ഇത്രയും ഭാഗമായി x1 of s ഇൻറ്റു ഇനി വീണ്ടും ബ്രാക്കറ്റിൽ അപ്പോൾ x1 of s ന് പകരമാണ് ഇത്ര കേട്ടോ. x1 of s ന് പകരം ഇത്ര എഴുതി. ഇനി m1 s സ്ക്വയർ പ്ലസ് bs പ്ലസ് b1s പ്ലസ് k1 മൈനസ് x2 of s ഇൻറ്റു b1s പ്ലസ് k1 is equal to f of s. ഇപ്പം എല്ലാം x2 of s ഉം f of s ഉം മാത്രമായി. ഇനി x2 of s ഇതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. കാരണം ഇവിടെ x2 of s ഉണ്ട്, ഇവിടെ x2 of s ഉണ്ട്. അപ്പോൾ x2 of s ഇൻറ്റു m2 s സ്ക്വയർ പ്ലസ് b1s പ്ലസ് k1 പ്ലസ് k2 പ്ലസ് b2s ഡിവൈഡഡ് ബൈ b1s പ്ലസ് k1 ഇൻറ്റു m1 s സ്ക്വയർ പ്ലസ് bs പ്ലസ് b1s പ്ലസ് k1. ഇത് മൈനസ് b1s പ്ലസ് k1 is equal to f of s. അപ്പോൾ ഇതൊരു ടേം ഇതിലും കോമൺ ആയിട്ട് എന്തുണ്ട് x2 of s ഉണ്ട്. അതിൽ x2 of s പുറത്തേക്ക് എടുക്കുമ്പോൾ x2 of s ഇൻറ്റു ഈ ടേം ഫുൾ ഇവിടെ എഴുതി, ഈ ടേം ഇവിടെ എഴുതി. അപ്പോൾ ഓക്കെ, അപ്പോൾ x2 of s ഇൻറ്റു ഇത് കംപ്ലീറ്റ് ഇവിടെ എഴുതി x2 of s ഇൻറ്റു b1s പ്ലസ് k is equal to f of s. ഓക്കെ, അപ്പോൾ x2 of s is equal to f of s. then x2 of s by f of s is equal to ഇത് ഈ x2 of s ഇങ്ങോട്ട് കൊണ്ടുവരിക by f of s, ദാറ്റ് ഈസ് x2 of s ഡിവൈഡഡ് ബൈ f of s is equal to x2 of s by f of s is equal to ഈ പറയുന്ന സംഭവം. അതായത് ഇത് അങ്ങോട്ട് തന്നെ കൊണ്ടുപോകും. അതായത് ഇവിടെ LC എടുത്ത് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്, എത്രയെങ്കിലും എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇത് അങ്ങോട്ട് പോകുമ്പോൾ ഈ ടേം കംപ്ലീറ്റ്, അതായത് ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ 1 ഡിവൈഡഡ് ബൈ ഈ ഹോൾ ടേം, ഇപ്പുറത്തെ കംപ്ലീറ്റ് ടേം m2 s സ്ക്വയർ പ്ലസ് b1s പ്ലസ് k1 പ്ലസ് k2 പ്ലസ് b2s ബൈ b1s പ്ലസ് k1 ഇൻറ്റു ഈ കംപ്ലീറ്റ് ടേം. അപ്പോൾ x2 of s ബൈ f of s is equal to 1 ബൈ ഈ ടേം കംപ്ലീറ്റ് പുറത്തേക്ക് വരും. m2 s സ്ക്വയർ പ്ലസ് b1s പ്ലസ് k2 പ്ലസ് b2s പ്ലസ് b2s ബൈ b1s പ്ലസ് k1 ഇൻറ്റു ms സ്ക്വയർ പ്ലസ് bs പ്ലസ് b1s പ്ലസ് k1 മൈനസ് b1s പ്ലസ് k. ഓക്കെ, ഇത്രയും ഭാഗം കംപ്ലീറ്റ് കൊടുക്കും. ദിസ് ഈസ് x2 of s ഡിവൈഡഡ് ബൈ f of s. ദിസ് ഈസ് x2 of s ഡിവൈഡഡ് ബൈ f of s. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം, ഒട്ടും കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നരുത്. അതായത് ഫസ്റ്റ് ഇതിൻ്റെ ഇക്വേഷൻ എഴുതി m1 ഇൻറ്റു ഡി സ്ക്വയർ m1 ഇൻറ്റു ഡി സ്ക്വയർ x1 ബൈ ഡി ടി സ്ക്വയർ പ്ലസ് b ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് x1 പ്ലസ് b1 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് x1 മൈനസ് x2 പ്ലസ് k1 ഇൻറ്റു x1 മൈനസ് x2 ഇസ് ഈക്വൽ ടു f ഓഫ് ടി. അതിൻ്റെ ലാപ്ലാസ് കണ്ടു.
അത് കഴിഞ്ഞ് m2 into d square x2 by dt square plus k2 into dx2 by dt plus b2 into dx2 by dt k2 into x2 plus b2 into dx2 by dt plus b1 into d by dt of x2 minus x1 plus k1 into x2 minus x1 is equal to 0. രണ്ടിൻ്റെ ലാപ്ലാസ് കണ്ടു. ഒന്നാമത്തേൽ x1 of s ഉണ്ട്, x2 of s ഉണ്ട്, f of s ഉണ്ട്. രണ്ടാമത്തേൽ ഓൺലി x1 of s and x2 of s. അതിലെ x1 of s നെ എന്തിൻ്റെ ടേംസിലേക്ക് ആക്കി? x2 of s ൻ്റെ ടേംസിലേക്ക് ആക്കി. എന്നിട്ട് ഒന്നാമത്തെ ഇക്വേഷനിൽ x1 of s ന് പകരം x2 of s ൻ്റെ ടേംസ് ആക്കി. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനിൽ കംപ്ലീറ്റ് x2 of s ഉം f of s ഉം മാത്രമായി. അപ്പോൾ x2 of s f of s ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം, ബാക്കിയുള്ളതെല്ലാം അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. സോ ദാറ്റ് ഈസ് എ ഫൈനൽ ആൻസർ. So this problem is over. So next one. Derive the transfer function x2 of s by f of s of the given mechanical system. അപ്പോൾ ഇതാണ് given mechanical system. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ x2 of s by f of s ഇതിൻ്റെ x2 of s by f of s എന്നുള്ള ഫംഗ്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ദിസ് ഈസ് മാസ് എലമെന്റ്, ഫ്രിക്ഷണൽ എലമെന്റ് ആൻഡ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മാസ് എലമെന്റ് m1. അപ്പോൾ m1നെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഫോം ചെയ്യാൻ പോവാണ് m1. ഓക്കെ, സോ ഫസ്റ്റ് എലമെന്റ് m1. സോ m1 ഇൻറ്റു ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എമ്മിൻ്റെ എലമെന്റ് m ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. അപ്പോൾ m1 ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഓഫ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് x1. അപ്പോൾ m1 ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഓഫ് x1 പ്ലസ് അടുത്ത അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് b ആണ്. അപ്പോൾ b ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് x1 പ്ലസ് ഈ m1 ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അടുത്ത എലമെന്റ് b1 ആണ്, നെക്സ്റ്റ് എലമെന്റ് k1 ആണ്. അപ്പോൾ m1 ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് m1 b b1 k1. ഇതാണ് m1 ആയിട്ട് ബന്ധപ്പെടുത്തി പറയേണ്ട ഇക്വേഷൻസിൽ വരുന്ന എലമെന്റ്സ്. അപ്പോൾ m1 ഇൻറ്റു ഡി സ്ക്വയർ x1 ബൈ ഡി ടി സ്ക്വയർ പ്ലസ് b ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് x1 പ്ലസ് b1 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് b1 രണ്ട് എലമെന്റിനും ഇടയിലാണ് കിടക്കുന്നത്. സോ b1 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് x1 മൈനസ് x2 പ്ലസ് k1 എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ടു മാസസ്. അപ്പോൾ k1 ഇൻറ്റു x1 മൈനസ് x2 ഇസ് ഈക്വൽ ടു ഇതും അപ്ലൈ ചെയ്തിട്ടുള്ള എലമെന്റ് f ഓഫ് ടി. സോ ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. വൺസ് അഗൈൻ m1 ഇൻറ്റു ഡി സ്ക്വയർ x1 ബൈ ഡി ടി സ്ക്വയർ പ്ലസ് b ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് x1. കാരണം b എന്ന് പറയുന്നത് m1 ആയിട്ട് മാത്രമേ കോൺടാക്റ്റ് ഉള്ളൂ. അപ്പോൾ b ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് x1 പ്ലസ് b1 എന്ന് പറയുന്നത് m1 ആയിട്ട് മാത്രമല്ല കോൺടാക്ട്, m1 ആയിട്ട് m2 ആയിട്ടുണ്ട്. അപ്പോൾ b1 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് x1 മൈനസ് x2 എന്ന് പറയണം. പ്ലസ് അടുത്ത k1 രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ k1 ഇൻറ്റു x1 മൈനസ് x2 ഇസ് ഈക്വൽ ടു f ഓഫ് ടി. ഇനി ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്തു. ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം m1 ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഓഫ് x1. ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ എസ് സ്ക്വയർ ആണ് വരിക. അപ്പോൾ ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഓഫ് x1 ഇസ് ഈക്വൽ ടു എസ് സ്ക്വയർ ഇൻറ്റു x1 ഓഫ് എസ് പ്ലസ് b ഇൻറ്റു ഡി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എസ് ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എസ് സ്ക്വയർ. അപ്പോൾ ബി എസ് ഇൻറ്റു x1 ഓഫ് എസ് പ്ലസ് അടുത്തത് b1 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് x1 മൈനസ് x2 ലാപ്ലാസ് ട്രാൻസ്ഫോം എസ് ഇൻറ്റു x1 ഓഫ് എസ് മൈനസ് x2 ഓഫ് എസ് പ്ലസ് k1 ഇൻറ്റു x1 മൈനസ് x2 ലാപ്ലാസ് ട്രാൻസ്ഫോം x1 ഓഫ് എസ് മൈനസ് x2 ഓഫ് എസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ്. അപ്പോൾ ഒന്നുമില്ല, ഡി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എസ്. അത്ര മാത്രം ആലോചിച്ചാൽ മതി. ഡി ബൈ ഡി ടി എന്നുള്ളത് എസ് ആണ്. ഡി സ്ക്വയർഡ് ബൈ ഡി ടി സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ. അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. സോ m1 s സ്ക്വയർ ഇൻറ്റു x1 ഓഫ് എസ് പ്ലസ് bs ഇൻറ്റു x1 ഓഫ് എസ് പ്ലസ് b1s ഇൻറ്റു x1 ഓഫ് എസ് മൈനസ് x2 ഓഫ് എസ് പ്ലസ് k1 ഇൻറ്റു x1 ഓഫ് എസ് മൈനസ് x2 ഓഫ് എസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എസ്. ഇനി ഇതിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. x1 ഓഫ് എസ് കോമൺ ഫാക്ടർ, x1 ഓഫ് എസ് പുറത്തേക്ക് എടുത്തു. അപ്പോൾ x1 ഓഫ് എസ് ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എലമെന്റ്സ് m1 s സ്ക്വയർ പ്ലസ് ദെൻ bs പ്ലസ് ദെൻ b1s പ്ലസ് ഇവിടെ k1 ഇൻറ്റു x1 ഓഫ് എസ് ഉണ്ട്. അപ്പോൾ പ്ലസ് k1. അപ്പോൾ x1 ഓഫ് എസിൻ്റെ എലമെന്റ്സ് എല്ലാം x1 ഓഫ് എസ് ഇൻറ്റു x1 ഓഫ് എസ് കോമൺ ഫാക്ടർ ആയിട്ട് എടുത്തു. അപ്പോൾ x1 ഓഫ് എസ് ഇൻറ്റു m1 s സ്ക്വയർ പ്ലസ് bs പ്ലസ് b1s പ്ലസ് k1. ഇനി അടുത്ത് x2 ഓഫ് എസ് കോമൺ ഫാക്ടേഴ്സ് ആയിട്ടുള്ള x2 ഓഫ് എസ് കോമൺ ആയിട്ടുള്ള ടേംസ് എടുക്കുക. അപ്പോൾ മൈനസ് x2 ഓഫ് എസ് ഇൻറ്റു ഇവിടെ b1s ഇൻറ്റു മൈനസ് b1s ഇൻറ്റു x2 ഓഫ് എസ് ആണ്. അപ്പോൾ മൈനസ് x2 ഓഫ് എസ് പുറത്തേക്ക് എടുക്കുമ്പോൾ b1s. ദെൻ ഇവിടെ ഒരു x2 ഓഫ് എസിൻ്റെ ഫംഗ്ഷൻ ഉണ്ട് k1 ഇൻറ്റു മൈനസ് x2 ഓഫ് എസ്, അതായത് മൈനസ് x2 ഓഫ് എസ് ഇൻറ്റു b1s പ്ലസ് k. അപ്പോൾ x2 ഓഫ് എസിൻ്റെ രണ്ട് ടേംസ് ആണ് ഉള്ളത്, ഒന്ന് b1sഉം ഒന്ന് k1ഉം. അപ്പോൾ അതും പുറത്തേക്ക് എടുത്തു എഴുതു. അപ്പോൾ x1 ഓഫ് എസ് പുറത്തേക്ക് എടുത്തു, മൈനസ് x2 ഓഫ് എസ് പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്തു. x1 ഓഫ് എസ് ഇൻറ്റു m1 s സ്ക്വയർ പ്ലസ് bs പ്ലസ് b1s പ്ലസ് k1 minus x2 of s into b1s plus k1 is equal to f of s. This is equation number 1. അപ്പോൾ ഒന്നാമത്തെ സംഭവം കഴിഞ്ഞു. ഇനി അടുത്ത രണ്ടാമത്തെ എലമെന്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇക്വേഷൻ ആയി. ദെൻ സെക്കൻഡ് എലമെന്റ് എടുത്തു m2. അപ്പോൾ ഇതാണ് m2. രണ്ടാമത്തെ എലമെന്റിനെ ബേസ് ചെയ്ത് നമ്മൾ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലെ ഫസ്റ്റ് മെഷിനെ ബേസ് ചെയ്ത് ഫസ്റ്റ് ഒരു KVL ഇക്വേഷൻ ഫോം ചെയ്യുന്നു. സെക്കൻഡ് മെഷ് ഇക്വേഷൻ ഫോം ചെയ്യുന്ന പോലെ ഇവിടെ ഒരു m1 കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ, m2 കണ്ടു കഴിഞ്ഞാൽ അടുത്ത ഇക്വേഷൻ, മൂന്നാമതൊരു മാസ് എലമെന്റ് ഉണ്ടെങ്കിൽ മൂന്നാമതൊരു ഇക്വേഷൻ. ഇവിടെ ആകെ രണ്ടെണ്ണേ ഉള്ളൂ. ഇത് രണ്ടാമത്തെ m2 ഇൻറ്റു ഡി സ്ക്വയർ x2 ബൈ ഡി ടി സ്ക്വയർ പ്ലസ്
M2 ആയിട്ട് ബന്ധപ്പെട്ട് 4 എലമെന്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ 4 എണ്ണത്തിന്റെ കാര്യവും പറയണം. K2 M2 മാത്രമാണ്. അപ്പോൾ K2 × X2 പ്ലസ് അപ്പോൾ M2 × D² X2 / DT² പ്ലസ് B1 എടുത്തു. B1 രണ്ടിനും ഇടയ്ക്കാണ്. B1 × D/dt ഓഫ് X2 - X1 കാരണം നമ്മൾ M2നെ ബേസ് ചെയ്താൽ പറയണേ. പ്ലസ് ഇനി K1 രണ്ട് എലമെന്റിനും ഇടയ്ക്കാണ് പറഞ്ഞത്. അപ്പോൾ രണ്ടിനെയും ബന്ധപ്പെടുത്തി പറയണം. K1 × X2 - X1 പ്ലസ് ഇനി K2 M2 ആയിട്ട് മാത്രം ബന്ധപ്പെട്ട കിടക്കണം. അപ്പോൾ K2 × X2 പ്ലസ് B2 M2 ആയിട്ട് മാത്രം ബന്ധപ്പെട്ട കിടക്കണം. B2 × D/dt ഓഫ് X2 ഈസ് ഈക്വൽ ടു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഈസ് ഈക്വൽ ടു 0. നമ്മളൊരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ വോൾട്ടേജ് സോഴ്സ് ഇല്ലെങ്കിൽ അവസാനം ഈസ് ഈക്വൽ ടു 0 KVL അപ്ലൈ ചെയ്യുമ്പോൾ ഈസ് ഈക്വൽ ടു 0 എന്ന് ചെയ്യുന്ന പോലെ മെക്കാനിക്കൽ സിസ്റ്റത്തിൽ അത് ഫോഴ്സ് വോൾട്ടേജ് അനലോഗിയാണ്. അപ്പോൾ ഫോഴ്സ് അവിടെ ഇല്ല. ദെയർഫോർ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഒന്നാമത്തേൽ ഫോഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ് ഒന്നാമത്തെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു f(t). രണ്ടാമത്തെ മാസ് എലമെന്റുമ്പോൾ ഫോഴ്സ് ഇല്ല. ദെയർഫോർ ഇറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ M2 ആയിട്ട് ബന്ധപ്പെട്ട് B1 K1 B2 K2 എല്ലാ ടേംസും എടുത്തു. കോമൺ എലമെന്റ് ആണ് B1 K1. അപ്പോൾ അത് രണ്ട് എലമെന്റുമായിട്ട് ബന്ധപ്പെടുത്തി പറയണം. K2 B2 ഓൺലി ഫോർ M2. അപ്പോൾ അതിന്റെ മാത്രം ഡിസ്പ്ലേസ്മെന്റ് എടുത്ത് പറഞ്ഞാൽ മതി. ദെൻ അതിന്റെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ദെൻ അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്തു. M2 S² കാരണം D² / DT² മീൻസ് S² × X2 ഓഫ് S പ്ലസ് B1 S × X2 - X1 എന്നുള്ളത് X2 ഓഫ് S - X1 ഓഫ് S പ്ലസ് K1 × X2 - X1 എന്നുള്ളത് X2 ഓഫ് S - X1 ഓഫ് S പ്ലസ് K2 × X2 ഓഫ് S പ്ലസ് B2 × D/dt എന്നുള്ളത് S B2 S × X2 ഓഫ് S ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇതിൽ നിന്ന് നേരത്തെ ചെയ്ത പോലെ X2 ഓഫ് S കോമൺ ഫാക്ടർ എടുത്തു, X1 ഓഫ് S കോമൺ ഫാക്ടർ എടുത്തു. അപ്പോൾ X2 ഓഫ് S ആയിട്ട് ബന്ധപ്പെട്ട ടേംസ് എല്ലാം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ X2 ഓഫ് S × M2 S² പ്ലസ് ഇവിടെ ഒരു B1 S ഉണ്ട്, അതെഴുതി. പ്ലസ് ഇവിടെ ഒരു K1 ഉണ്ട്, അതെഴുതി. പ്ലസ് ഇവിടെ ഒരു K2 ഉണ്ട്, അതെഴുതി. പ്ലസ് പിന്നെ ഒരു B2 S ഉണ്ട്, അതെഴുതി. അപ്പോൾ X2 ഓഫ് Sന്റെ എല്ലാ ടേംസും പൂർത്തിയായി. മൈനസ് ഇനി X1 ഓഫ് S എടുത്തു. X1 ഓഫ് S എടുത്തുമ്പോൾ ഇവിടെ X1 ഓഫ് Sന്റെ ഒരു ടേം ഉണ്ട് B1 S പ്ലസ് ഇനി ഇവിടെ ഒരു X1 ഓഫ് Sന്റെ വേറൊരു ടേം ഉണ്ട് K1. പിന്നെ വേറെ X1 ഓഫ് Sന്റെ ഒറ്റ ടേമും ഇല്ല. അപ്പോൾ കഴിഞ്ഞു. മൈനസ് X1 ഓഫ് S × B1 S പ്ലസ് K1 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ മൈനസ് X1 ഓഫ് Sന്റെ ടേമിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ X2 ഓഫ് S × M2 S² പ്ലസ് B1 S പ്ലസ് K1 പ്ലസ് K2 പ്ലസ് B2 S ഈസ് ഈക്വൽ ടു X1 ഓഫ് S × മൈനസ് X1 ഓഫ് S × B1 S പ്ലസ് K1 അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് X1 ഓഫ് S × B1 S പ്ലസ് K1. ഇനി X1 ഓഫ് S ഇവിടെ നിർത്തി. ഈ B1 അപ്പോൾ ഈ X1 ഓഫ് S ഇവിടെ നിർത്തുമ്പോൾ ഇൻറ്റു B1 S പ്ലസ് K1 അപ്പുറത്തേക്ക് വരുമ്പോൾ ബൈ B1 S പ്ലസ് K1. അപ്പോൾ X1 ഓഫ് S ഈസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു ആൻസർ കിട്ടി. X2 ഓഫ് S × M2 S² പ്ലസ് B1 S പ്ലസ് K1 പ്ലസ് K2 പ്ലസ് B2 S ഡിവൈഡഡ് ബൈ B1 S പ്ലസ് K1. അപ്പോൾ നമുക്ക് ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ മാസ് എലമെന്റിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. രണ്ടാമത്തെ ആ മാസ് എലമെന്റിന്റെ ഇക്വേഷനിൽ നമ്മൾ X1 ഓഫ് S കണ്ടുപിടിച്ചു. എന്തിനാണ് ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് X1 ഓഫ് S കണ്ടുപിടിച്ചത്? നമ്മളുടെ ക്വസ്റ്റ്യൻ X2 ഓഫ് S / F ഓഫ് S. സി ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1 X1 ഓഫ് S ഉണ്ട്, X2 ഓഫ് S ഉണ്ട്, F ഓഫ് S ഉണ്ട്. ഇക്വേഷൻ നമ്പർ 2 X1 ഓഫ് S X2 ഓഫ് S മാത്രമല്ല F ഓഫ് S ഇല്ല. നമുക്ക് വേണ്ടത് X2 ഓഫ് S / F ഓഫ് S ആണ്. അപ്പോൾ ഒന്നാമത്തെ ടേമിൽ X1 ഓഫ് S X2 ഓഫ് S F ഓഫ് S ഉണ്ട്. ആ ഒന്നാമത്തെ ടേമിൽ X1 ഓഫ് Sനെ X2 ഓഫ് Sന്റെ ടേംസിൽ എഴുതണം. വി ഹാവ് ടു എക്സ്പ്രസ് X1 ഓഫ് S ഇൻ ടേംസ് ഓഫ് X2 ഓഫ് S. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനിലെ X1 ഓഫ് Sന് പകരം X2 ഓഫ് Sന്റെ ടേംസിലേക്ക് ആക്കാൻ പോവുക. X1 ഓഫ് S ഈസ് ഈക്വൽ ടു ഈ ടേം കൊടുക്കാൻ പോവുക. X1 ഓഫ് Sന്റെ വാല്യൂ അതാ ഇത്രയും വലിയ വാല്യൂ. അത് ഇവിടെ X1 ഓഫ് S ഈസ് ഈക്വൽ ടു ഈ പറയുന്ന വലിയ സംഭവം ഇവിടെ X1 ഓഫ് Sനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് X1 ഓഫ് S ഫ്രം 3. Substitute the value of X1 of S from equation number 3 in 1. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനിൽ X1 ഓഫ് Sന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. X1 ഓഫ് Sന്റെ വാല്യൂ ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയത് മൂന്നാമത്തെ ഇക്വേഷൻ. അപ്പോൾ മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്നുള്ള X1 ഓഫ് Sന്റെ വാല്യൂ ഒന്നാമത്തേൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? ഒന്നാമത്തെ ഇക്വേഷനിൽ കംപ്ലീറ്റ് X2 ഓഫ് Sഉം F ഓഫ് Sഉം മാത്രമായിട്ട് മാറും. അപ്പോൾ നമുക്ക് X2 ഓഫ് S / F ഓഫ് S എടുത്തിട്ട് നമ്മളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എത്താനായിട്ട് സാധിക്കും. അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ. ദെൻ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകുമ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ ഇതാണ്. ഒന്നാമത്തെ ഇക്വേഷൻ ഒന്നുകൂടി എടുത്ത് എഴുതി. ഒന്നാമത്തെ ഇക്വേഷൻ ഇതാണ്. X1 of S × M1 S² പ്ലസ് BS പ്ലസ് B1 S പ്ലസ് K1 മൈനസ് X2 of S × B1 S പ്ലസ് K1 ഈസ് ഈക്വൽ ടു F ഓഫ് S. അതിൽ ഈ മൂന്നാമത്തെ ഇക്വേഷനിലെ X1 ഓഫ് Sന്റെ വാല്യൂ X1 ഓഫ് Sന്റെ വാല്യൂ എത്രയാ? X2 of S × M2 S² പ്ലസ് B1 S പ്ലസ് K1 പ്ലസ് K2 പ്ലസ് B2 S ഡിവൈഡഡ് ബൈ B1 S പ്ലസ് K1. ഇതങ്ങനെ തന്നെ വീണ്ടും എഴുതി ഈസ് ഈക്വൽ ടു F ഓഫ് S. അപ്പോൾ ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ കംപ്ലീറ്റ് X2 ഓഫ് Sഉം F ഓഫ് Sഉം മാത്രമായി. ഇനി അതിൽ നിന്ന് X2 ഓഫ് S പുറത്തേക്ക് എടുത്തു. ഈ X2 ഓഫ് S പുറത്തേക്ക് എടുക്കുമ്പോൾ X2 ഓഫ് S × ഈ ഫാക്ടർ മൈനസ് ഈ ഫാക്ടർ ഈസ് ഈക്വൽ ടു F ഓഫ് S. ഇനി നമ്മളിത് തമ്മിൽ എന്താ ചെയ്യുക? ഇതിൻ്റെ LC എടുത്തു.
അതായത് ഇത് രണ്ട് ഫ്രാക്ഷനുകളുടെ അഡീഷൻ സബ്ട്രാക്ഷൻ വരുമ്പോൾ നമ്മൾ സാധാരണ ബേസിക് മാത്തമാറ്റിക്സിൽ ചെയ്യുന്ന പോലെ തന്നെ എൽ സി എടുത്തു. ഈ എൽ സി തന്നെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്തു 1 ഇൻറ്റു ആ മുകളിലത്തെ ടേം അങ്ങനെ തന്നെ വന്നു. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ B1s പ്ലസ് K1 ന്യൂമറേറ്ററിലും B1s പ്ലസ് K1 ആണ് കിടക്കണേ. അപ്പോൾ ഈ എൽ സി എത്തെ ഫസ്റ്റ് ഡിനോമിനേറ്ററിൻ്റെ ഡിവൈഡ് ചെയ്തു 1 ഇൻറ്റു ഈ ടേം അങ്ങനെ തന്നെ വന്നു മൈനസ് ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ B1s പ്ലസ് K1 അതിനെ ന്യൂമറേറ്ററിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ B1s പ്ലസ് K1 ഇൻറ്റു B1s പ്ലസ് K1 ഇസ് ഈക്വൽ ടു B1s പ്ലസ് K1 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എസ്. ഇനി ഇൻറ്റു എഫ് ഓഫ് എസിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ x2 ഓഫ് എസ് ബൈ എഫ് ഓഫ് എസ് ഈ കംപ്ലീറ്റ് ടേം അപ്പുറത്തേക്ക് പോയി. അപ്പോൾ ഇവിടുത്തെ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആവും, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആവും. സോ B1s പ്ലസ് K1 ഡിവൈഡഡ് ബൈ M2s സ്ക്വയർ പ്ലസ് B1s പ്ലസ് K1 പ്ലസ് K2 പ്ലസ് B2s ഇൻറ്റു M1s square plus BS plus B1s plus K1 minus B1s plus K1 the whole square. This is our x2 of us by f of us. Okay, I think it is clear. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. Okay, so next question, last question of second module B part. Find the transfer function of the given LTI system d square y of t by dt square plus 3 into d by dt of y of t plus 2y of t is equal to 2 into d by dt of x of t minus 3 into x of t. ഇതിൽ നിന്ന് നമുക്ക് എച്ച് ഓഫ് എസ് അതായത് വൈ ഓഫ് എസ് ബൈ എക്സ് ഓഫ് എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം അതായത് ഡി സ്ക്വയർ വൈ ഓഫ് ടി ബൈ ഡി ടി സ്ക്വയർ എന്നുള്ളതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുക. അപ്പോൾ എസ് സ്ക്വയർഡ് ഇൻറ്റു വൈ ഓഫ് എസ് പ്ലസ് 3 ഇൻറ്റു ഡി ബൈ ഡി ടി എന്നുള്ളത് എസ് ഇൻറ്റു വൈ ഓഫ് എസ്, വൈ ഓഫ് ടിയുടെ ലാപ്ലാസ് വൈ ഓഫ് എസ് പ്ലസ് 2 ഇൻറ്റു വൈ ഓഫ് എസ് is equal to 2 into d by dt of x of t എന്നുള്ളത് x of s minus 3 into x of t യുടെ ലാപ്ലാസ് x of s. ഓക്കെ, അപ്പോൾ ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയറിന് എസ് സ്ക്വയർ, ഡി ബൈ ഡി ടിക്ക് എസ്, അങ്ങനെ സാധാരണ പോലെ ചെയ്തു. ആദ്യത്തിൽ നിന്ന് വൈ ഓഫ് എസ് പുറത്തേക്ക് എടുത്തു, വൈ ഓഫ് എസ് കോമൺ ടേം. അപ്പോൾ എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2 ഇസ് ഈക്വൽ ടു ഇവിടെ എക്സ് ഓഫ് എസ് പുറത്തേക്ക് എടുത്തു, എക്സ് ഓഫ് എസ് ഇൻറ്റു 2s d by dt 2s ഇൻറ്റു 2s ഇൻറ്റു എക്സ് ഓഫ് എസ് മൈനസ് 3 ഇൻറ്റു എക്സ് ഓഫ് എസ്. അപ്പോൾ എക്സ് ഓഫ് എസ് പുറത്തേക്ക് എടുക്കുമ്പോൾ 2s മൈനസ് 3. ഓക്കെ, 2 ഇൻറ്റു ഡി ബൈ ഡി ടി എന്നുള്ളത് 2s ഇൻറ്റു എക്സ് ഓഫ് എസ് മൈനസ് 3 ഇൻറ്റു എക്സ് ഓഫ് ടിയുടെ ലാപ്ലാസ് എക്സ് ഓഫ് എസ്. അപ്പോൾ വൈ ഓഫ് എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2 ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എസ് ഇൻറ്റു 2s മൈനസ് 3. ദെൻ വൈ ഓഫ് എസ്, ഈ എക്സ് ഓഫ് എസിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇൻറ്റു എക്സ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു 2s പ്ലസ് 3 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2. ഈ വൈ ഓഫ് എസ് ബൈ എക്സ് ഓഫ് എസ് ആണ് എച്ച് ഓഫ് എസ്. ദാറ്റ് ഈസ് എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു 2s പ്ലസ് 3 ആണല്ലോ കേട്ടോ, സോറി 2s മൈനസ് 3. വൈ ഓഫ് എസ് ബൈ എക്സ് ഓഫ് എസ്, വൈ ഓഫ് എസ് ബൈ ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ ഗിവൺ സിസ്റ്റം. Transfer function is equal to Laplace transform of output divided by Laplace transform of input. So y of s by x of s is equal to h of s, that is 2s minus 3 divided by s square plus 3s plus 2. That is h of s is equal to 2s minus 3 divided by s square plus 3s plus 2. Three. Okay. So this question is over. So transfer function of the given LTI system. Transfer function of the given LTI system. Okay. So അപ്പോൾ നമ്മളുടെ EET305 ഡിസംബർ KTU BTECH സിഗ്നൽസ് ആൻഡ് സിസ്റ്റം എന്നുള്ള ആ ഒരു എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മൊഡ്യൂൾ 2ൻ്റെ സൊല്യൂഷൻ നമ്മുടെ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. സോ താങ്ക് യു ഓൾ.